ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. എല്ലാം പറയാനുള്ളതല്ല ഞാൻ കോടതിയിൽ പറയും. എനിക്കെതിരെ പറയാനുള്ളതും കോടതിയിൽ തന്നെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. അതിനപ്പുറം ഒന്നും ഞാൻ പറയാൻ തൽക്കാലം ഉദ്ദേശിക്കും. നമസ്കാരം. ഇരയ്ക്കൊപ്പം നിൽക്കും, വേട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ലജ്ജയില്ലാതെ പറഞ്ഞ ചരിത്രം കേരളത്തിൽ ഒരേ ഒരു സംഘടനയ്ക്കേയുള്ളൂ. നടി ആക്രമിച്ച കേസിൽ അറസ്റ്റ് ഉണ്ടാകുന്നതുവരെ ദിലീപിനെ ഒരിക്കലും തള്ളിപ്പറയാൻ നാവ് പൊങ്ങാതിരുന്ന താരസംഘടന. രണ്ടുപേരും മക്കളാണെന്നും ഞങ്ങൾ ആരെയും തള്ളിപ്പറയില്ലെന്നും മാധ്യമങ്ങളോട് കയർത്തും ഭീഷണിപ്പെടുത്തി മാത്രം സംസാരിച്ച സംഘടന. ദിലീപിനെ എല്ലായ്പ്പോഴും ചേർത്ത് പിടിച്ച് എതിരെ ശബ്ദമുയർത്ത വനിതകളെയെല്ലാം സംഘടനയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ തിടുക്കം കാണിച്ച അതേ സംഘടന. കേസിൽ ഈ നാട്ടിൽ ഏറ്റവും അധികം പ്രതിരോധത്തിലായ, വിമർശിക്കപ്പെട്ട മറ്റൊരു സംഘടനയുമില്ല അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന അമ്മയ്ക്കപ്പുറം. ആ താരസംഘടനയിലെ താരരാജാക്കന്മാർ തൊട്ട് പവർ ഗ്രൂപ്പുകൾ വരെ ബബ്ബ എന്ന ഭയഭക്തി ബഹുമാനത്തോടെ 8ാം പ്രതിയായിട്ടും ദിലീപിന്റെ പേര് ഇതുവരെ ഉച്ചരിച്ചിട്ടുള്ളൂ. വിമർശനങ്ങൾ കൊണ്ട് നാട്ടിൽ തലയുയർത്തി നടക്കാനാവാതായപ്പോൾ ഒടുവിൽ സംഘടന പൊളിച്ചു പണിതു. സ്ത്രീ പ്രാതിനിധ്യം കൊണ്ടുവന്ന് ഞങ്ങൾ ഈ കൊടും ക്രൂരതയ്ക്ക് കൊടുത്ത പിന്തുണയ്ക്ക് പശ്ചാത്താപം ചെയ്യുകയാണെന്ന് പറയാതെ പറഞ്ഞു അതേ അമ്മ. പക്ഷേ ഇതാണോ നീതി എന്ന് ഒരു നാട് മുഴുവൻ ചോദിക്കുന്ന ഒരു വിധി പുറത്തു വന്നിട്ടും നിയമം നിയമത്തിന്റെ വഴിക്ക് എന്ന ഒഴുക്കൻ മറുപടി വാർത്താക്കുറിപ്പിലിറക്കി തടി തപ്പുകയാണ് അമ്മയുടെ പുതിയ ഭാരവാഹിത്വം. ദിലീപിനെ കൊട്ടിഘോഷിച്ച് തിരികെ ആനയിക്കാൻ ചർച്ചകൾ കൊണ്ടുപിടിച്ചു നടക്കുമ്പോൾ അതിജീവിതയ്ക്ക് വേണ്ടി കമാന്ന് മിണ്ടാതെ ഉരിയാടാതെ അമ്മയുടെ സ്ത്രീ ഭാരവാഹിത്വം എന്ത് മാറ്റമാണ് ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കൊണ്ടുവന്നത്? ഓരോ വരിയിലും പരോക്ഷമായി വെല്ലുവിളിക്കുന്ന ഡയലോഗുകൾ കുത്തിനിറച്ച് ഇത് മതിയോ എന്ന് ചോദിക്കാൻ മോഹൻലാലിന്റെ ബിഗ് എൻട്രി വരെ കൊണ്ടുവന്ന് ഇതാണ് ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ് എന്ന് വിളിച്ചു പറഞ്ഞ് ദിലീപ് ഒരുക്കുന്ന ബ്രഹ്മാണ്ഡം സിനിമ തിയേറ്ററിലേക്ക് വരാനൊരുങ്ങുമ്പോൾ ഇനി തിരുവാക്ക് എതിർവായില്ല എന്ന് പറയാതെ പറയുകയാണോ ഈ താരസംഘടന? അമ്മ മുഖം മിനിക്കിയെന്നും ഉടച്ചു വാർത്തെന്നും കൊട്ടിഘോഷിച്ച താരസംഘടനയുടെ ആ പെൺമക്കളൊക്കെ ഇപ്പോൾ എവിടെ പോയി? നാട്ടിലെ പോലീസ് മുഴുവൻ അരിച്ചുപെറുക്കിയിട്ടും പൊടി പോലും കാണാതിരുന്ന പീഡന കേസ് പ്രതിയായ MLA ഒളിവ് ജീവിതവും കഴിഞ്ഞ് ആഘോഷമായി വന്ന് വോട്ട് ചെയ്ത് മടങ്ങിയ ദിവസമാണെന്ന്. ഈ നാട്ടിൽ നിങ്ങളിനി എന്ത് നീതിയാണ് പ്രതീക്ഷിക്കേണ്ടത്? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. നമുക്കൊപ്പം ചേരും ഭാഗ്യലക്ഷ്മി, നിർമ്മാതാവ് സജി നന്ദ്യാട്ട്, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ദിവ്യ ദിവാകരൻ, ഒപ്പം സംവിധായകൻ ജോസ് തോമസ്. എല്ലാവർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, പാലക്കാട് വോട്ട് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആഘോഷമായിട്ട് മാധ്യമങ്ങളെ കണ്ട് ചായ കുടിച്ച് അവനവന്റെ ധാർഷ്ട്യം കഴിഞ്ഞതിന് ശേഷം മാത്രം എന്തുകൊണ്ട് 12 ദിവസം എവിടെ മുങ്ങി എന്നുള്ളതിന് ഉത്തരം പറഞ്ഞാൽ മതി എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സമയത്താണ് ഈ വിഷയം കൂടി ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതായത് അങ്ങനെ ഒരു ദിലീപ് ഉണ്ടായതുകൊണ്ടാണ്, അങ്ങനെ ഒരു കേസിലെ പ്രതിക്ക് എങ്ങനെയും നടക്കാം, അതിജീവിതകൾ മിണ്ടാതിരുന്നോളുമെന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം തെളിയിച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കേസുകൾ നടത്തുമ്പോൾ ഒരു ലജ്ജയുമില്ലാതെ ആ പ്രതികൾക്കൊക്കെ മാധ്യമങ്ങളുടെ മുന്നിലും ജനങ്ങളുടെ മുൻപാകെയും ഇങ്ങനെ നടന്നു പോകാൻ കഴിയുന്നത്. ഈ ട്രെൻഡ് തന്നെ തുടങ്ങി വെച്ചത് നടി ആക്രമിച്ച കേസാണെന്ന് പറയാതെ തരമില്ല. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, താരസംഘടന അമ്മ സ്ത്രീ ഭാരവാഹിത്വം വരുമ്പോൾ എല്ലാം മാറും, അതിജീവിതകൾക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞതൊക്കെ പൊയ്വാക്കായി മാറിയിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു വലിയ ബ്രഹ്മാണ്ഡ സിനിമ വരാൻ ഇരിക്കുമ്പോൾ ആ സിനിമയ്ക്കകത്തുള്ള ഡയലോഗുകൾ മുഴുവൻ ആരെ വെല്ലുവിളിച്ചിട്ടാണ് എന്നുള്ളൊരു ചോദ്യം കൂടി വരികയാണ്. എന്തുമാകാം, ഇവിടെ നിയമത്തിന് നീതിക്കുമൊന്നും ഒരു വിലയുമില്ല എന്ന് സാധാരണക്കാർ ചോദിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമ്മളിങ്ങനെ കേവലം പ്രതികരണ തൊഴിലാളികളായി അധപതിക്കുന്നുണ്ടോന്ന് പോലും സ്വയം
സ്വയം വിമർശനാത്മകമായിട്ട് ഞാൻ ചിന്തിക്കുകയാണ് സീരിയസ്ലി. കാരണം നമ്മുടെ മുന്നിലൂടെയാണ് ഈ വേട്ടക്കാരിങ്ങനെ സുഖമായിട്ട് കടന്നു പോകുന്നത്. അത് കണ്ടാണ് പുതിയ തലമുറ വരുന്നത്. നമ്മൾ ജെൻസി കിഡ്സ് ഒക്കെ വിളിക്കുന്ന കുട്ടികളാണ് അപകടങ്ങൾ ചെയ്തു വെക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം 19 വയസ്സുള്ള കൂട്ടുകാരിനെ കൊല്ലാൻ മടി കാണിച്ചില്ല, കല്ലുകൊണ്ട് ഇടിച്ചിട്ട്. ഇവർക്കൊക്കെ ഉള്ള മാതൃകയാണ് യൂത്തനായ നമ്മുടെ MLA. അപ്പൊ ഇവർക്കറിയാം പണവും സ്വാധീനവും ഒക്കെ ഉണ്ടെങ്കിൽ എന്തിന്റെ മേലെ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും, ഒരു കേസും എന്നെ തേടി വരില്ല എന്നൊരു ധൈര്യം വന്നു തുടങ്ങിയിട്ടുണ്ട് മൊത്തം ആളുകൾക്ക്. ലോ ആൻഡ് ഓർഡറിന്റെ വലിയൊരു പ്രശ്നമാണ്. ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് ശ്രമിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. അതിന് ശക്തമായ ഒരു ജുഡീഷ്യറിയുടെ കൂടി പിൻബലം ആവശ്യമാണ്. സംഭവം ശരിയാണ്, നമ്മുടെ ജയിലുകൾ നിറഞ്ഞു കഴിഞ്ഞു. സർക്കാരിന് ഭയങ്കര ചെലവാണ്. ജയിലിലുള്ള ആൾക്കാർക്ക് ബിരിയാണിയും ഫുഡൊക്കെ അടിച്ച് കൊഴുത്ത് കൊണ്ടുവരല്ലേ. നമ്മൾ ജയിലുകളിലേക്ക് ആളുകളെ വിടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ, MLA പോലെ വലിയൊരു എന്താ പറയാ, എപ്പോഴും ഒരു CCTV സർവൈലൻസിൽ പോലെ ജീവിക്കേണ്ട വലിയ ഉത്തരവാദിത്തമുള്ള ഒരാള് 12 ദിവസം കേരള നിയമസഭയിലെ ഒരു മനുഷ്യനെ കാണാനില്ലാണ്ടായി. കേരളത്തിന്റെ പോലീസ് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അപ്പോ അത്രയും എന്താ പറയാ, അത്രയും മോശം അവസ്ഥയാണ്. അദ്ദേഹം കൃത്യമായി തന്നെ ആ പരാതി വന്നു, പോലീസ് അന്വേഷിച്ച വഴിക്ക് തന്നെ വന്ന് ഹാജരായി ജാമ്യം എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് അത്ര പ്രശ്നമില്ല. അയാള് ലോ അബൈഡിങ് സിറ്റിസൺ ആണെന്ന് പറയാം. കാരണം നിയമത്തെ അനുസരിക്കുന്നു, എന്നെ പോലീസ് വിളിക്കുന്നു, ഞാൻ വരുന്നു, എനിക്ക് കോടതി ജാമ്യം തന്നു എന്ന് പറയാമായിരുന്നു. ഇത് ഇത്രയും നാൾ ഒളിച്ചിരുന്ന് സിസ്റ്റത്തിനെ മുഴുവൻ പറ്റിച്ച് എവിടേക്കോ ഒളിച്ചു കഴിഞ്ഞ് അത് എന്നിട്ട് ഇപ്പോഴും MLA ആയിരുന്ന് എല്ലാ പ്രിവിലേജസും അനുഭവിച്ച് ഇപ്പോ ജാമ്യവും വാങ്ങി സുഖമായി വോട്ടും ചെയ്ത് മുന്നിലൂടെ നടന്നു പോവാണ്. അപ്പൊ ഇവർക്കൊക്കെ ഒരൊറ്റ പേരേ ഉള്ളൂ. ഇവരൊക്കെ പണവും അതുപോലെ തന്നെ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത വലിയൊരു എലീറ്റ് സംഘം, എലീറ്റ് എന്താ പറയാ, ഡോൺ സംഘം എന്ന് നമ്മൾ പറയില്ലേ, ഡോണൊക്കെ ഈ അധോലോക ആൾക്കാരെ പോലെ, അങ്ങനത്തെ ഒരു ഡോൺ സംഘമാണ് ഇപ്പൊ നമ്മളുടെ രാഷ്ട്രീയത്തെയും സിനിമേനെയും എല്ലാത്തിനെയും നയിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അവർക്ക് ഒത്താശ പാടാൻ പറ്റിയ രീതിയിലുള്ള സാമൂഹിക സാഹചര്യമാണ് അവിടെ നിലവിലുള്ളത്. അപ്പൊ ഒരു നിവൃത്തിയില്ല. നമ്മുടെ മക്കള് 18-19 വയസ്സാകുമ്പോഴേക്കും കൂട്ടുകാരിനെ കൊല്ലാൻ മടിക്കുന്നില്ല. ഇവരാണ് മാതൃക, ഇവരാണ് സ്റ്റാറുകൾ, ഇവരാണ് ജനപ്രിയർ, ഇവരാണ് ജനപ്രിയത കൊണ്ട്, ചെറുപ്പം കൊണ്ട്, യുവത്വം കൊണ്ടൊക്കെ യുവാക്കളെ സ്വാധീനിക്കുന്നത്. ഇവരെ അനുകരിക്കാതെ തരമില്ലല്ലോ. അതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെറും പ്രതികരണ തൊഴിലാളികളായി ചുരുങ്ങുന്നു. അവർ വീണ്ടും 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 ക്രൈം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ നീതിക്ക് വേണ്ടിയുള്ള നിലവിളികൾ കേൾക്കാൻ നീതി കാവലാളന്മാരില്ല. അപ്പോ ലോ ആൻഡ് ഓർഡർ കൃത്യമായി തന്നെ കൊണ്ടുപോകണമെങ്കിൽ, ഒരു ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ശക്തമായ ഒരു ജുഡീഷ്യറിയും കൂടി ഉണ്ടെങ്കിൽ എല്ലാം കൂടി നടക്കുള്ളൂ. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഒപ്പത്തിനൊപ്പം നിൽക്കണം. ഇത് അങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ആശങ്ക നമുക്കുണ്ട്. ഇത് മൂന്ന് വഴിക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അഥവാ 3 വഴിക്കല്ല, ഇതിനെ മൂന്നിനെയും ഒരേ ചരടിൽ കോർത്ത് ഇതുപോലെ ആണ് കൊണ്ടുപോകുന്ന ഒരു വലിയ സംഘമുണ്ടോ നമ്മുടെ ഭരണത്തിന്റെ മുകളിൽ എന്നാണ് ഇപ്പൊ ആശങ്ക. റൈറ്റ്, ഞാൻ തിരികെ എത്താം അഡ്വക്കേറ്റ് രാശിമണിത്തൻ. ശ്രീ സജി നന്ദ്യാട്ട്, ഒരു 8 വർഷത്തിന് ശേഷം കുറ്റവിമുക്തനാണ് എന്നറിയുമ്പോൾ വൈകാരികമായിട്ട് ആൾക്കാർ പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ സിനിമയുടെ ട്രെയിലർ, ഇന്നലെ റിലീസ് ചെയ്ത ട്രെയിലർ, അത് വിധിക്ക് ശേഷം, അതിന് മുൻപ് റിലീസ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ മാറ്റിവെച്ചു. അങ്ങനെ ഇന്നലെ റിലീസ് ചെയ്ത ആ ട്രെയിലറിനകത്തുള്ള ചില വാചകങ്ങൾ പരോക്ഷമായിട്ട് വെല്ലുവിളിക്കുന്നതാണ് എന്ന് തോന്നിയാൽ അതിശയിക്കാനില്ല. വിധിക്ക് മുൻപ് തയ്യാറാക്കി വെച്ച ഒരു ട്രെയിലർ പോലെ അതിൽ ചില വാചകങ്ങൾ കാണിക്കുമ്പോൾ, ഒറ്റ സെക്കൻഡ് ഞാൻ പറയാം. തനിക്കെതിരെയുള്ള കാത്തിരുന്ന എൻ്റെ കംബാക്ക് മൊമെന്റ് എന്ന് നായകൻ പറയുമ്പോൾ പോലീസിനെ കാണിച്ചുകൊണ്ടാണ് ആ വാചകം. ഇതൊരു പ്ലാൻ ചെയ്തു വെച്ച ട്രെയിലറാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഈ മഞ്ഞക്കണ്ണ മൊത്തം നിങ്ങൾക്ക് ഭംഗിയായിട്ട് തോന്നും. നിങ്ങളുടെ ഒരു പ്രശ്നം എന്നാ അറിയോ? ഇപ്പോ ദിലീപിന്റെ പടം രാമലീല ഇറങ്ങി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ, ആ പടം നേരത്തെ ഷൂട്ട് ചെയ്തതാണല്ലോ. അതിലൊരു ഡയലോഗ് ഉണ്ട്. എന്താണ്?
എന്നെ പ്രതിയാക്കാൻ ആരോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഞാൻ പ്രതിയാകണമെന്ന് ആരൊക്കെയോ എവിടെ ഇരുന്ന് തീരുമാനിച്ചെന്ന് ആണ് ആ ഡയലോഗിന്റെ അർത്ഥം. അപ്പൊ അതെങ്ങനെയായിരുന്നു പറയൂ. അപ്പോ ഒരു സിനിമയിൽ ഒരു ഡയലോഗ് വരുന്നത് ദിലീപുമായി ബന്ധപ്പെട്ടല്ല, അത് കഥാപാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിനെ കൂട്ടി യോജിപ്പിക്കാൻ തോന്നുമെങ്കിൽ ഇപ്പൊ ബാലേന്ദ്രകുമാറിന്റെ പഴയ ഡയലോഗുകൾ സെക്കൻഡ് അര സെക്കൻഡ് കൊണ്ട് കൂട്ടി യോജിപ്പിച്ച പോലെ നിങ്ങൾക്ക് ഇങ്ങനെ ദിലീപ് വിരോധം വെച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ പ്രശ്നം ഏതാ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് കണ്ണ് മഞ്ഞയാണ്, എല്ലാം മഞ്ഞച്ചിരിക്കുന്നു തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് ബബ്ബ എന്ന സിനിമ അതിന് നിർമ്മലാവിന്റെ തീരുമാനമാണ്, അത് എപ്പോൾ റിലീസ് ചെയ്യണം വേണ്ട, അത് ഗോപാലേട്ടന്റെ തീരുമാനമാണ്. നിങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങളോട് ഒരു കാര്യം, ഈ ചാനലുകാരെല്ലാം ഭയങ്കര കേരളത്തിലെ മുഴുവൻ സ്ത്രീജനങ്ങളെ സംരക്ഷിക്കുന്നു, കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളായി മാറുകയല്ലേ. ഈ ചാനലിലൊക്കെ എത്ര സ്ത്രീജനങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ട് എവിടെയും കേസ് കണ്ടില്ലല്ലോ. ചില ചാനലിലെ അവതാരകരൊക്കെ എന്താ പറയാ പോക്സോ കേസ് പ്രതികളാ. ഇതുവരെ ഇതിനൊന്നെ കുറിച്ച് നിങ്ങളൊരു ചർച്ച വെക്കാത്ത എന്താ? നിങ്ങൾ എന്തിനാ നിങ്ങളുടെ കണ്ണിൽ എങ്ങനെ വലിയ തൂമ്പാക്ക ഇരിക്കും? അല്ല ശ്രീ സജി നന്ദിയായിട്ട് അല്ല ഇടപെട്ടുകൊണ്ട് പറയട്ടെ, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവരൊക്കെ ഈ സൈബർ ആക്രമണം നടത്താനും ഇതുപോലെ കാശിറക്കിക്കൊണ്ട് ആൾക്കാരെ കൊണ്ട് ജയ് വിളിപ്പിക്കാനൊക്കെ നടക്കുകയാണല്ലോ അല്ലെ? ഇങ്ങനെ അലിഗേഷൻസ് ഉയർന്നവരൊക്കെ അതാണല്ലോ ചെയ്യുന്നത്. താങ്കളൊക്കെ അങ്ങനത്തെ കാഴ്ചകളാണല്ലോ കണ്ടിരിക്കുന്നത് അല്ലേ? സിനിമാ നടന്മാർക്ക് ആരാധകന്മാരുണ്ടാകും, സിനിമാ നടികൾക്കുണ്ടാകും, അതൊക്കെ സ്വാഭാവികം, അതാണല്ലോ സിനിമ. അത് നിങ്ങളെന്തിനാ അതേക്കുറിച്ച് തിരക്കാൻ വരിക? നിയമവ്യവസ്ഥകളെ നടപടികളെ ഒക്കെ മാനിക്കേണ്ടതായിട്ടുള്ള ബാധ്യത ഇവിടെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നപ്പോൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനും കുറെ കാലമായല്ലോ ഈ ഫീൽഡിൽ ഇരിക്കുന്നു, എനിക്കറിയാം. ഇതുപോലെ ഇറങ്ങി നിന്ന് അതിജീവിതകളെ ആക്രമിക്കാൻ നടക്കാനുള്ള ധൈര്യവും നട്ടലും ഒക്കെ സിനിമ ഇൻഡസ്ട്രി കൊടുക്കുന്ന പോലെയൊന്നും ചാനൽ ഇൻഡസ്ട്രി കൊടുത്തിട്ടില്ല, ന്യൂസ് ചാനൽ ഇൻഡസ്ട്രി കൊടുത്തിട്ടില്ല. അത് നിങ്ങളുടെ പക്ഷമല്ലേ? നിങ്ങൾക്ക് പിന്നെ ഇതെല്ലാം അതെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രശ്നം എന്താ? ദിലീപിനെ ശിക്ഷിക്കണമായിരുന്നു, ഇതാണോ നിങ്ങളുടെ പ്രശ്നം? കേരളത്തിലെ പുരുഷന്മാരല്ല എന്നാ ഇവിടുത്തെ പെണ്ണുങ്ങളെ പിടിപ്പിച്ചുകൊണ്ടിരിക്കണം. അത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവും, അത് ഏത് സമൂഹത്തിലും ഉണ്ട്, അത് ലോകത്തെല്ലായിടത്തും ഉണ്ട്, കേരളത്തിൽ മാത്രമുള്ളതല്ല. കേരളത്തിലെ പുരുഷന്മാരല്ല സ്ത്രീകളെ സംരക്ഷിക്കുന്നവരല്ലേ? നിങ്ങൾ എന്തായി പറഞ്ഞത്? പിള്ളേരെ അമ്മമാരെ സ്നേഹിക്കുന്നു, ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കുന്നു, ഇതൊക്കെ നമുക്കറിയാം. കാമുകിയെ പോലും കാമുകന്മാരെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാവും. കേരളത്തിലെ മുഴുവൻ സ്ത്രീജനങ്ങളെയും സംരക്ഷിക്കുന്ന ഇവിടുത്തെ പുരുഷന്മാരാകട്ടോ. അല്ലാതെ കേരളത്തിലെ 1.25 കോടി സ്ത്രീജനങ്ങളുണ്ട്. 1.25 കോടി സ്ത്രീജനങ്ങളെ സംരക്ഷിക്കുന്ന ഇവിടുത്തെ പുരുഷന്മാർ, അവര് കണ്ണിലെ കൃഷ്ണമണി പോലെയാ കാത്തു പരിപാലിക്കുന്നത്. പിന്നെ സ്ത്രീകൾ ജനങ്ങൾ പല പർവ്വത്തിലുണ്ട്. പുരുഷന്മാർക്ക് എത്രയോ ദ്രോഹങ്ങൾ ചെയ്യുന്ന സ്ത്രീകൾ ഇവിടെ ഉണ്ട് ഇല്ലേ? ചില എന്താ പറയാ ഫെമിനിസം എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അതിനകത്ത് വേറെ സൂഡോ ഫെമിനിസ്റ്റുകളുണ്ട്. ഈ സൂഡോ ഫെമിനിസ്റ്റുകളുടെ ഒരു പ്രശ്നം എന്താ അറിയോ? ശ്രീ സജീവ ഈ പറയുന്നത് താരസംഘടനയുടെ ഭാരവാഹികളെ കുറിച്ചൊന്നും അല്ലല്ലോ അല്ലെ? ഒരു സംശയം കൊണ്ട് ചോദിച്ചതാ, കാരണം നമ്മുടെ ടോപ്പിക് ഇതാണല്ലോ. താരസംഘടന നിങ്ങളുടെ പണി നോക്കുന്നത്, നിങ്ങളുടെ പണി നോക്ക്. താരസംഘടനയുടെ അത് സ്വകാര്യ സംഘടനയാ, ഗവൺമെന്റ് സംഘടനയൊന്നും അല്ല. താരസംഘടനയ്ക്ക് സൗകര്യം പോലെ അവർ ചെയ്യും. അവർക്ക് അവരുടെ മെമ്പർമാരെ സംരക്ഷിക്കുകയോ പുറത്താക്കുകയോ എടുക്കുകയോ നിങ്ങൾക്ക് തന്നെ കയറാം. നിങ്ങൾ ഇതിനകത്ത് ഇടപെടാൻ പോണേ. നിങ്ങളുടെ പ്രശ്നം എന്താന്ന്? ശ്രീ സജി ദിലീപിനോട് അഗൈതവമായ സ്നേഹമുള്ള ഒരാളാണ് സജി നന്ദിയാട്ടെന്ന് ഈ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് നമുക്കറിയാം, അതിൽ തർക്കമൊന്നുമില്ല. താരസംഘടനയുടെ വിഷയത്തിൽ അതല്ല, 2 നിലപാട് എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരുന്നു. ഇപ്പോൾ താരസംഘടനയ്ക്ക് ആർക്കാണ്? താങ്കൾ ആ സ്നേഹത്തെക്കുറിച്ചാണല്ലോ വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹം താരസംഘടനയ്ക്ക് ആരോടാണ്? ദിലീപിനോടാണോ അതിജീവിതയോടാണോ എന്ന് താങ്കൾക്ക് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? എനിക്കില്ലാത്തതുകൊണ്ട് ചോദിച്ചതാണ്. ശ്രദ്ധിക്കൂ, താരസംഘടനയിൽ 99.9% പെണ്ണുങ്ങൾ അവിടെയുണ്ട്, സ്ത്രീജനങ്ങൾ അവിടെയുണ്ട്. അവിടെ ഒരു മാസം താരസംഘടന അവിടുത്തെ താരങ്ങളായ സീനിയേഴ്സിന് അവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആ പെൻഷൻ കൊണ്ട് ജീവിക്കുന്നവരുണ്ട് കേട്ടോ, മരുന്ന് വാങ്ങിക്കുന്നവരുണ്ട്. അതിന് കാരണക്കാരൻ ദിലീപാ. 2020 എന്ന സിനിമയുണ്ടല്ലോ, ആ സിനിമ ഇറക്കിയ താരസംഘടനയ്ക്ക് ഫണ്ടുണ്ടാക്കിയത്. ആ താരസംഘടന ദിലീപിന് വേണ്ടിയിട്ടല്ല ചെയ്തത്. ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാൽ ഉൾപ്പെടെ നേതൃത്വം അവർക്ക് താരസംഘടനയുടെ നേതൃത്വം ഇരുന്നില്ല, അവർക്ക് സിനിമ കിട്ടത്തില്ലേ? അതുകൊണ്ടല്ല, അവരുടെ അംഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അവർ നല്ല പ്രവർത്തനം ഒത്തിരി വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്? നിങ്ങൾ ഇതൊന്നും കാണാൻ ഈ വാദം ഞാൻ 1 വർഷം മുമ്പ് കേട്ടിട്ടുണ്ട് ധർമ്മജൻ ബോൾഗാട്ടിയും. അപ്പൊ ഞാൻ അതിന് മറുപടി അന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ആ ടോപ്പിക്കിലേക്ക് വീണ്ടും കടക്കുന്നില്ല. പക്ഷെ അതുകൊണ്ട് താരസംഘടനയ്ക്ക് ബാധ്യത ദിലീപിനോട് മാത്രമാണ് എന്ന് ശ്രീ സജി നന്ദിയാട്ട് മനസ്സിലാക്കുന്നു. താങ്കൾ അത് പറയുന്നു, അതാണ് വ്യക്തമായ ചിത്രം അല്ലേ? ദിലീപിന്റെ സ്വന്തം ഒന്നുമല്ല, ദിലീപിന്റെ സ്വന്തമാണ് താരസംഘടന. ദിലീപ് ഒത്തിരി കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ദിലീപിനെ അവർ പുറത്താക്കിയെങ്കിൽ ദിലീപിനെ നിരപരാധി കോടതി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ മാധ്യമ വിചാര, നിങ്ങളുടെ ഈ അന്തിച്ചർച്ച ആണോ കേരളത്തിലെ ഇന്ത്യയിലെ നിയമം തീരുമാനിക്കുന്നത്? ഇവിടുത്തെ നിയമം പറഞ്ഞു അയാൾ നിരപരാധിയാണെന്ന്, തികച്ചും നിരപരാധിയാണെന്ന്. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അറിയാമോ,
നിങ്ങൾക്ക് അയാളോട് വൈരാഗ്യ ഗ്രഡ്ജ. ഞങ്ങളുടെ സിനിമയ്ക്കകത്ത് കുറെ ആൾക്കാരുണ്ട്. അവരുടെ പ്രശ്നം നിയമമല്ല, ഇവർക്ക് നിയമം. ഇവര് കണ്ടോ ദിലീപ് പീഡിപ്പിക്കുന്നത്, അല്ലെ പീഡിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുക്കുന്നത്? ഇവര് കുറ്റപത്രം വായിച്ചിട്ടുണ്ടോ? ഇവർക്ക് കോടതി എന്താണെന്നറിയാമോ? ഇവർക്കൊരു ചുക്കും ഒരു തേങ്ങാപ്പിണ്ണാക്കും അറിയത്തില്ല. പിന്നെ അവർക്ക് ആകെ അറിയാവുന്ന ഒറ്റ കാര്യമുള്ളൂ, അവർക്ക് ദേഷ്യമാ. ആരോടാ ദേഷ്യം? ദിലീപിനോട്. ദിലീപിനെ ഒന്നാം വെറുതെ വിട്ടോ, കുഴപ്പമില്ല. എല്ലാരും 6 പേരെ ശിക്ഷിച്ചു, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അവരതേക്കുറിച്ച് പറയുന്നില്ല. ദിലീപിനെ ശിക്ഷിക്കാതിരുന്ന് ഭയങ്കര പ്രശ്നമായി പോയി. ദിലീപിനെ ശിക്ഷിക്കുന്നത് കോടതിയെ തീരുമാനിക്കുന്നത്. വർഷങ്ങൾ നീണ്ട ലീഗൽ പ്രൊസീഡിങ്സ് ഉണ്ട്. കോടതി എന്ന് പറഞ്ഞതേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മാർജിൻ ഫ്രീ മാർക്കറ്റ് അല്ല. ഞാനല്ല ശ്രീ സജി നന്ദിയുടെ കേസിന്റെ മെറിറ്റും അതവിടെ നിൽക്കട്ടെ. അതായത് ഈ പറയുന്നതാണ് താരസംഘടനയ്ക്കുള്ള നിലപാട്. താരസംഘടനയ്ക്ക് ദിലീപിനെ തള്ളിക്കളയാൻ കഴിയില്ല. ദിലീപ് കഴിഞ്ഞിട്ടേ അടുത്ത പ്രയോറിറ്റി വരൂ. അത് സജി നന്ദിയായിട്ട് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് അല്ലെ? എനിക്ക് ആ ചിത്രം ഒന്ന് ക്ലിയർ ആവാനാണ്. താരസംഘടനയ്ക്ക് ദിലീപാണോ താരസംഘടന? എല്ലാം അല്ല. ദിലീപ് എന്ന് പറയുന്നത് താരസംഘടന അഭിവാജ്യ ഘടകമാണ്. ശ്രീ മമ്മൂട്ടി, മോഹൻലാലൊക്കെ കഴിഞ്ഞ ദിലീപിന് സ്ഥാനമുള്ളൂ. പക്ഷേ അതുകൊണ്ടെന്താ? ദിലീപ് ആ താരസംഘടനയ്ക്ക് കോൺട്രിബ്യൂഷൻസ് ഒത്തിരി ചെയ്തു. 20 കോടി രൂപ താരസംഘടനയ്ക്ക് 2020 സിനിമ മുടക്കി നൽകിയ ആളാണ്. ആ താരസംഘടനയ്ക്ക് ഫിനാൻഷ്യൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയ ദിലീപാണ്. ആ താരസംഘടനയ്ക്ക് ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? പാവങ്ങളിലായ താരങ്ങളുണ്ട് അവിടെ, ജോലിയില്ലാത്തവര്. 100 പേർക്ക് മാത്രമേ ജോലിയുള്ളൂ. ബാക്കി 400 പേർക്ക് ജോലിയില്ല. ഒന്നാം തീയതി മരുന്ന് മേടിക്കാനും ഒക്കെ വളരെ വിഷമിക്കുന്ന പാവങ്ങളായ ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്ക് സഹായത്തിന് വേണ്ടി ചെയ്തതാണ്. അവരുടെ എക്കണോമിക് എയ്ഡാ നോക്കിയത്, ചാരിറ്റിയാ. അതിന് അദ്ദേഹം ചെയ്തെങ്കിൽ ദിലീപ് എത്ര പേര് അല്ലാതെ എത്ര പേര്. ശരി ശ്രീ സജി നന്ദി, അത് ക്ലിയർ ആണ്. താങ്കൾ പറയുന്നതിലൊന്നും എനിക്ക് തർക്കമില്ല. കാരണം താങ്കൾ തുടർച്ചയായി ഒരു നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിലൊരു തർക്കവുമില്ല. അത് ക്ലിയർ ആണ്. ഇല്ല അല്ല, സജി നന്ദിയായിട്ട് അഴകുഴമ്പൻ നിലപാടൊന്നും എടുക്കുന്നില്ല. അത് ക്ലിയർ ആണ്. ഇനി അതിന്റെ ബാക്കി ഞാൻ വരുന്നു. ദിവ്യ ദിവാകരൻ, സജി നന്ദിയായിട്ട് പറയുന്നത് അങ്ങനെ തന്നെയാണ്. താരസംഘടന എടുക്കുന്ന നിലപാട് അത് ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കമാണ്. താരസംഘടനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ദിലീപിനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു സാഹചര്യം അതിനകത്തില്ല. അപ്പോൾ അത് വ്യക്തമാക്കണം. എന്നാൽ അത് വ്യക്തമാക്കുന്നതിന് പകരം പ്രതികരിക്കുന്നില്ല. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നൊരു വാർത്താ കുറിപ്പിറക്കി. ഇനി അനൗദ്യോഗികമായിട്ട് പറഞ്ഞത് ഞങ്ങൾ ഈ വേർഡിക്റ്റ് വന്നതിന് ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ്. എന്ത് പ്രതികരിക്കും എന്നുള്ളതിനുള്ള ഒരു പൾസ് സജി നന്ദിയായിട്ട് അറിയുന്നത് പോലെ സിനിമ ഇൻഡസ്ട്രിയിൽ എന്ത് നടക്കുന്നു എന്ന് പറയാൻ തൽക്കാലം നമുക്ക് കഴിവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും താരസംഘടന എടുക്കുന്ന നിലപാട്, എന്താണ് ആദ്യം തൊട്ടെടുത്ത നിലപാട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും എടുക്കാൻ പോകുന്നില്ല. അതുകൂടെ അറിയിച്ചുകൊണ്ട് ഇനിയാണ് എൻ്റെ ഷോ എന്ന് ഒരു സിനിമയിൽ ദിവ്യ ഒറ്റ സെക്കൻഡ് ദിവ്യ, ഞാൻ ദിവ്യയിലേക്ക് വരാം. ശ്രീമതി ഭാഗ്യലക്ഷ്മി റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് ഭാഗ്യലക്ഷ്മി ചേച്ചി, അതുകൊണ്ടാണ് ഞാൻ ദിവ്യയിലേക്ക് മുമ്പ് ഭാഗ്യലക്ഷ്മിക്ക് പോകുന്നത്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, താരസംഘടന ഏതെങ്കിലും തരത്തിൽ ദിലീപിനെ തള്ളിപ്പറയാൻ കഴിയില്ല. അത്രയും കമ്മിറ്റ്മെന്റ് ഉണ്ട് താരസംഘടനയ്ക്ക് ദിലീപിനോട് എന്ന് സജി നന്ദിയായിട്ട് പറഞ്ഞു നിർത്തുന്നേ ഉള്ളൂ. അതാണ് സത്യം അല്ലേ? അത് തന്നെയാണ് സത്യം. ഒരിക്കലും താരസംഘടനയ്ക്കെന്നല്ല, മലയാള സിനിമയിലെ ഒരു സംഘടനയ്ക്കും ദിലീപിനെ തള്ളി പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രം സാമ്പത്തികമായ അവര് തമ്മിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഒരു സംഘടനയും അദ്ദേഹത്തെ തള്ളി പറയില്ല. നമ്മളത് ചിന്തിക്കുന്നതോ സംസാരിക്കുന്നതോ തന്നെ വെറും മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോകും, ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമുണ്ട് എന്നൊക്കെ ഒഴുക്കം മട്ടിൽ പറയുകയും വാർത്താക്കുറിപ്പിലൊക്കെ ഉണ്ട്. പക്ഷേ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ടും മനസ്സുകൊണ്ടും അയാളോടൊപ്പം സഞ്ചരിക്കുന്നവരാണ് ഇവരെല്ലാവരും തന്നെ. അതിന് പ്രധാന കാരണം അയാളുടെ കയ്യിലിരിക്കുന്ന പണം മാത്രമാണ്. അയാൾ പണമില്ലാത്തവനാവുമ്പോ ഇവര് ഈ ആറ്റിറ്റ്യൂഡൊക്കെ ഇവർക്ക് മാറും. അപ്പൊ ഈ നിലപാടൊന്നും ആയിരിക്കില്ല അവരോട്. അതുകൊണ്ട് ഇത് ഈ അതിജീവിതയോടൊപ്പം എന്നൊക്കെ ഇവർ പറയുന്നത് വെറും പൊള്ളയായ വാക്കുകളും ശുദ്ധ നുണയുമാണ്. ഇവര് ഈ അതിജീവിതം എന്നല്ല, ഒരു അതിജീവിതയുടെ കൂടെ ഇവരാരും സഞ്ചരിക്കാൻ പോകുന്നില്ല. ബാബുരാജും മുൻപത്തെ ഭാരവാഹിയായ ബാബുരാജ് മാധ്യമങ്ങളോട് പറയുന്നു, മോഹൻലാൽ ആയിരുന്നു ഇപ്പോൾ അമ്മയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വത്തിലെങ്കിൽ നിങ്ങൾ ചോദിക്കുമായിരുന്നില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനില്ലെന്ന് മാധ്യമങ്ങളോട് ചോദിക്കണം. അതായത് പൊളിച്ചു പണിതുകൊണ്ട് സ്ത്രീ മുഖം കൊണ്ടുവന്നാൽ സ്ത്രീകൾക്കൊപ്പം നിൽക്കുമെന്ന് പറയുന്ന ഒരു വാദം പൊളിഞ്ഞു എന്ന് അമ്മയുടെ ഒരു മെമ്പർ തന്നെയാണ് പറയുന്നത്. ആർക്കിട്ടുള്ള കുത്താണെങ്കിലും ശരി.
ഈ സ്ത്രീകൾ സംസാരിക്കുന്ന സ്ത്രീകളുടെ വാക്കുകളല്ല. സ്ത്രീകൾ സംസാരിക്കുന്നത് അവിടെ മുമ്പേ ഇരുന്ന പുരുഷന്മാരുടെ വാക്കുകളാണ് അവർ സംസാരിക്കുന്നത്. അത് നമുക്കവർ സ്ത്രീ രൂപമാണ് എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് ആർക്കും ഒരിക്കലും സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനുള്ള ധൈര്യവുമില്ല. അങ്ങനെ തീരുമാനം എടുത്താൽ അവിടെ ആരും അവരോടൊപ്പം നിൽക്കുകയുമില്ല. അതാണ് ആ സംഘടനയുടെ ഒരു അവസ്ഥ. അതാണ് ഇപ്പൊ നമ്മള് ഫെഫ്ക എന്നോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നോ എക്സിബിറ്റേഴ്സ് എന്നോ അവിടെയൊക്കെ പുരുഷന്മാരാണ്. ഇവിടെ പുരുഷന്മാര് തന്നെയാണ്. അത് സ്ത്രീകളാണ് എന്ന് നമുക്ക് അവരുടെ രൂപം കൊണ്ട് സ്ത്രീകളാണെന്നേ ഉള്ളൂ. അവരുടെ പെരുമാറ്റവും അവരുടെ സ്ത്രീകളോടുള്ള സമീപനവും എല്ലാം പുരുഷന്മാരുടേത് തന്നെയാണത്. അതിൽ യാതൊരു അത്ഭുതവും ഇല്ല. അതായത് ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഒരു ഭാഗ്യലക്ഷ്മി രാജിവെക്കുന്നു ഫെഫ്കയിൽ നിന്ന്, അതുകൊണ്ട് അവരുടെ നിലപാടിൽ മാറ്റമില്ല. താരസംഘടനയിൽ അങ്ങനെ ഇനി രാജിവെച്ചു പോകാൻ പോലും ആരുമില്ല. പോയവരൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്, അവർ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അത് സംഘടനയ്ക്ക് വിഷയവുമല്ല. അപ്പോൾ ഇനി വീണ്ടും ആ പഴയ ആ വിധേയത്വത്തിലേക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ തന്നെ ആശങ്കപ്പെടണോ? അല്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ ഭാഗ്യലക്ഷ്മിയോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മളെ കൊണ്ട് സാമ്പത്തികമായി സംഘടനയ്ക്ക് യാതൊരു പ്രയോജനവും ഇല്ല. പക്ഷേ ഈ വ്യക്തിയെ കൂട്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ സംഘടനയ്ക്കുണ്ട്. സാമ്പത്തിക ഗുണങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ട് സംഘടനയ്ക്ക് എന്താണ് ഗുണം? അതേസമയം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്താൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അവർക്കൊരു പരിഹാരമാണ്. അവരത് നോക്കുന്നത് സാധാരണ നമ്മൾ പറയല്ലോ, പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇതൊക്കെ തന്നെയാണ്. പുതിയ സിനിമ വരുന്നു, ദിലീപിന്റെ പുതിയ സിനിമ വരുമ്പോൾ അത് ശ്രീമതി ഭാഗ്യലക്ഷ്മി അതിന്റെ ട്രെയിലർ കണ്ടിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ താങ്കളുടേതടക്കം ഫോട്ടോ വെച്ചിട്ടുള്ള പോസ്റ്റ് ഉണ്ട്, ഈ സിനിമ കാണരുത് എന്ന് പറയുന്നത്. ഈ സിനിമയ്ക്കകത്തുള്ള ചില വാചകങ്ങൾ ഒരു പക്ഷേ ഈ വിധിക്ക് മുമ്പ് തയ്യാറാക്കിയതാണ്, അറിഞ്ഞുകൊണ്ട് തയ്യാറാക്കിയ വിധി എന്നുള്ള ആരോപണങ്ങൾ പല ഭാഗത്ത് നിന്ന് വരുമ്പോൾ വളരെ വളരെ കോയിൻസിഡൻസ് ആയിട്ടാണ് സംഭവിച്ചതെന്ന് നേരത്തെ സർജി നന്ദിയടക്കം സിനിമയിലെ വാചകമല്ലേ എന്ന് ചോദിക്കുന്നു. പോലീസിനെ കാണിച്ചിട്ടാണ് പറയുന്നത്, കാത്തിരുന്ന എൻ്റെ കംബാക്ക് മൊമെന്റ് എന്നൊക്കെ ദിലീപ് പറയുന്ന ആ വാചകങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയത്തെ ഈ രീതിയിലേക്ക് പുറത്തു കൊണ്ടുവരിക, ഇത്തരം വെല്ലുവിളികൾ പരോക്ഷമായിട്ട് നടത്തുക, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു ഭാഗം ഫാൻസിനെ ഇളക്കി മറിച്ചുകൊണ്ട് ആരൊക്കെ അപ്പുറത്തു നിന്നോ അവരെയൊക്കെ വീണ്ടും ആക്രമിക്കാനുള്ള ഒരു നീക്കം നടത്തുക, ഇതുകൂടെ അറിയുന്നുണ്ടോ ശ്രീമതി ഭാഗ്യലക്ഷ്മി? യഥാർത്ഥ ദിലീപ് ആരാണെന്നുള്ളത് കോടതി വിധിയായിട്ട് പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അതിലൊരു ഭീഷണിയുണ്ട്, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്. ഒരിക്കലും മഞ്ജു വാര്യർ ഇങ്ങനെ ഒരാളുടെ പേര് പറയാതെ ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് മാത്രമേ മഞ്ജു പറഞ്ഞുള്ളൂ. പക്ഷെ ഒരാൾ സ്വയം അത് എന്നെ കുറിച്ച് മാത്രമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ സംസാരിക്കുന്നത് മുഴുവനും. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ഭീഷണിയാണ് അദ്ദേഹം അവിടെ മുഴക്കിയത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആത്മധൈര്യം തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന പണമാണ്. ആ പണം വെച്ച് എന്തും ചെയ്യാം എന്നുള്ള ഒരു ധൈര്യമുണ്ട്. മറ്റൊന്ന്, ഇപ്പോ അമ്മയാവട്ടെ, ഫെഫ്കയാവട്ടെ, പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ, എല്ലാവരും അവളോടൊപ്പവും അവനോടൊപ്പം ഞങ്ങൾക്ക് രണ്ടുപേരും വേണം എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവരെല്ലാവരും. അതെങ്ങനെയാണ് സാധിക്കുന്നത്? രണ്ടുപേരും ഒന്നിച്ച് ഒരു തെറ്റിനോടൊപ്പോ അല്ലെങ്കിൽ ഒരു ശരിയോടൊപ്പമോ സഞ്ചരിക്കണം. ഇത് തെറ്റിനോടൊപ്പം ശരിയോടൊപ്പം ഞങ്ങൾ സഞ്ചരിക്കും എന്ന് പറയുന്ന ആൾക്കാരാണ്. അത് ഈ ശരിയോടൊപ്പം എന്ന് പറയുന്ന അതിജീവിതയോടൊപ്പം സഞ്ചരിക്കുമെന്ന് അവർ പറയുന്നത് മാധ്യമങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ തെറി കേൾക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അവർ മനസ്സുകൊണ്ടല്ല അതിജീവിതയോടൊപ്പം എന്ന് പറയുന്നത്. അവർ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശരീരം കൊണ്ടും അയാളോടൊപ്പം മാത്രം സഞ്ചരിക്കുന്നവരാണ്. അതിന് ഒരു വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ അദ്ദേഹം ഈ കഴിഞ്ഞ 8 വർഷത്തിൽ 8 സിനിമ എടുത്ത് 8 നിലയിൽ പൊട്ടി. അപ്പൊ അദ്ദേഹം ഇപ്പൊ മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് മോഹൻലാലിന്റെ ഫാൻസെങ്കിലും കയറുമല്ലോ എന്നാണ്. പക്ഷെ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അവന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ഒരാളെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന പണത്തിന് വേണ്ടിയാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത്. എനിക്കിതിലൊന്നും വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. പിന്നെ ഞാൻ ഇത്രയും കാലം ആ സംഘടനയിൽ നിന്നപ്പോ ഞാൻ വിചാരിച്ചത്, ഞാൻ അവിടെ നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം
ഇപ്പൊ ഏറ്റവും ഒടുവിൽ പലരും എന്നോട് പറഞ്ഞു, ചേച്ചി ഇറങ്ങിപ്പോയപ്പോ കുറെ കൂടി അവരെല്ലാവരും ഫ്രീ ആയില്ലേ, ഇനി ഒരു ശബ്ദം ഉയർത്താൻ പോലും ഒരാളില്ലാതായില്ലേ. ശബ്ദം അവരുടെ ഔദ്യോഗിക പദവിയിലൊന്നും ഞാനില്ല. ഫെഫ്കയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ ജനറൽ കൗൺസിലിലോ ഞാൻ ഇല്ലാത്തിടത്തോളം കാലം എനിക്ക് എങ്ങനെയാണ് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അപ്പൊ ഇറങ്ങിപ്പോകാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം വെറുതെ ആ സംഘടനയിൽ ഒരു അംഗമായിരിക്കുക എന്നെങ്കിലും ഒരിക്കലും നോക്കിക്കോ, ഇദ്ദേഹത്തെ ആഘോഷിക്കുന്ന ഒരു വലിയ ചടങ്ങ് ഇവരെല്ലാവരും നടത്തും. ഇവരെല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കുന്ന, കഴുത്തിൽ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു വലിയ ചടങ്ങ് അധികം വൈകാതെ നടക്കും. നടന്നില്ലെങ്കിൽ നിങ്ങൾ താര സംഘടന അമ്മ അങ്ങനെ ഒരു ചടങ്ങ് നടത്തും അല്ലേ? നടത്തും, ഉറപ്പായിട്ട് നടത്തും. നോക്കിക്കോളൂ, എല്ലാ ആദരവോടും കൂടെ അലങ്കരിച്ച് ആനയും അമ്പാരിയും ഉണ്ടാവില്ല എന്ന് മാത്രം, ബാക്കി എല്ലാ ആഡംബരത്തോടു കൂടിയും അദ്ദേഹത്തെ ഇവർ എല്ലാവരും ക്ഷണിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയും കൂടെ നിങ്ങൾ എല്ലാവരും കാണേണ്ടി വരും. അപ്പൊ ആ സംഘടനയിൽ അംഗമായി ഇരുന്നു കൊണ്ട് അത് എനിക്ക് കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. തീർച്ചയായിട്ടും നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി. ഇറങ്ങിപ്പോകുമ്പോഴും അത് രേഖപ്പെടുത്തുന്ന ഒരു പ്രതിഷേധമുണ്ട്. ചോദ്യങ്ങളോട് മനസ്സില്ല, വൺ സൈഡഡ്. ഞാൻ ഭാഗ്യലക്ഷ്മിയോട് ചോദിക്കരുത് ഒരൊറ്റ ചോദ്യമാണ്. അത് കഴിഞ്ഞിട്ട് കറക്റ്റാ. നമ്മുടെ രണ്ടുപേരുടെ നിലവാരം ശരിയല്ല. നിങ്ങളുടെ നിലവാരത്തോട്ട് താഴാൻ എനിക്ക് ആവില്ല. ശരി, അത് പറഞ്ഞ ശരി. എന്നാലും ഒരു ചോദ്യം ചോദിക്കട്ടെ. ശ്രീ വേടൻ കുറ്റവാളിയാണ് ഞാൻ പറയുന്നില്ല. ശ്രീ വേടൻ കുറ്റവാളിയാണ് കോടതി പറയുന്നത്. എനിക്ക് തോന്നുന്നു അവര് ഫോൺ വെച്ചിട്ട് പോയി. ശ്രീ സജി നന്ദിയായിട്ട് ഭാഗ്യലക്ഷ്മിക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ല. നമുക്ക് ദിവ്യ ഒരുപക്ഷെ ചോദിച്ചോ, കാരണം അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താനും ദിവ്യ ദിവാകരനുമുണ്ട് ഈ നിലപാടിൽ മാറ്റം ഇല്ലാത്തവർ തന്നെയാണ്. ചോദ്യങ്ങളെ നേരിടാനുള്ള തന്റേടം വേണം. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു ഞാൻ അവസാനിപ്പിക്കാൻ. നിങ്ങൾ ജോസഫിലേക്ക് വെക്കൂ. ഒറ്റ ചോദ്യമേ ഉള്ളൂ. വേടൻ നിരപരാധിയാണോ അപരാധിയാണോ എന്ന് ഞാൻ പറയില്ല. വേടന് കോടതി പറയണം അല്ലേ? ഞാൻ വേടന് സൈഡ് നിൽക്കുന്ന ആളാ തൽക്കാലം. കോടതി പറയുമ്പോൾ ഞാൻ വേടന്റെ കൂടെ നിൽക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, വേടൻ അവാർഡ് കിട്ടിയ സ്റ്റേറ്റ് അവിടുത്തെ അവാർഡ് ദാന ചടങ്ങില് ഈ ചിരിച്ചുകൊണ്ട് ഈ ഭാഗ്യലക്ഷ്മി പങ്കെടുത്തായിരുന്നല്ലോ. അപ്പൊ ഇതിപ്പോ ഇരട്ടത്താപ്പല്ലേ? ദിലീപ് നിരപരാധിയാന്ന് പറഞ്ഞ് കോടതി വിട്ടയച്ചിട്ടും ദിലീപ് അപരാധിയാണ്, കുറ്റാരോപിതനാന്ന് പറയുന്ന ഭാഗ്യലക്ഷ്മിയോട് എന്റെ ചോദ്യം കേരളം കേൾക്കാൻ ചോദിച്ചതാ. അപ്പൊ ഇരട്ടത്താപ്പാണ്. ഇവർക്ക് ദിലീപിനോട് ഗ്രഡ്ജാണ്, ദിലീപിനോട് അസൂയാണ്. അതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ നിലപാടെന്താ? ഇന്ന് ജോയ് മാത്യു മാറി, വിനയം മാറി, എല്ലാവരും പറഞ്ഞു കോടതി പറഞ്ഞു ശരിയാണെന്ന്, കോടതിയോടൊപ്പമാണെന്ന്. അതൊന്നും ഇവർക്ക് സ്വീകാര്യമല്ല. കാരണം എന്താ? ഗ്രഡ്ജ് ഇവൻ നശിച്ചു കാണണം. അതാണോ അതിന്റെ അർത്ഥം എന്ന് ചോദിക്കാനാ ഭാഗ്യലക്ഷ്മിയോട് ഞാൻ ഇരുന്നത്. ഇനി നിങ്ങൾക്ക് മറ്റുള്ളവരേക്ക് പോകാം. ദിവ്യ ദിവാകരൻ, സജി നന്ദിയായിട്ട് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് സജി നന്ദിയായിട്ട് പറയുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്ന വിഷയം, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന വിഷയം, നമ്മൾ ഒരല്പം മുമ്പ് കണ്ടത് പാലക്കാട് നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണ്. ഈ ട്രെൻഡ് തുടങ്ങി വെച്ചത്, ഇങ്ങനെ ഒരു ട്രെൻഡ് തുടങ്ങി വെക്കാൻ, അതായത് ഇതിനു മുമ്പും പീഡന കേസുകളൊക്കെ വന്നിട്ടുണ്ട്. പ്രതികൾക്ക് ഇതുപോലെ ഇറങ്ങി നടന്നാൽ കയ്യടി കിട്ടും, ഞങ്ങൾക്ക് ആളി കത്തിക്കാം, സൈബർ സമൂഹത്തിൽ ആളി കത്തിക്കാം, എല്ലാ അതിജീവിതകളും പേടിച്ചു പിന്മാറും, അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മിയെ പോലെ പിന്തുണയ്ക്കുന്നവരെ ചവിട്ടി പുറത്താക്കാനുള്ള ധൈര്യം കിട്ടും എന്നൊക്കെ പറയുന്ന ഒരു ട്രെൻഡ് തുടങ്ങിക്കൊടുത്തത് നടി ആക്രമിച്ച കേസിലെ ഈ വിഷയമാണ്. അതാണ് ഇപ്പോൾ ഒരു സിനിമയിലെ ഡയലോഗ് വരെ ആഘോഷിക്കുമ്പോൾ സിനിമയല്ലേ എന്ന് ശ്രീ സജി നന്ദിയായിട്ട് ചോദിക്കുന്നു. എവിടേക്കാണ് ഇത് പോകുന്നത്? ഇനി ഒരു പരാതിയുമായിട്ട് ആൾക്കാരെങ്ങനെയാണ് വരിക? ദിവ്യ, ആ പോസ്റ്റ് മോഹൻലാൽ ഈ പോസ്റ്റ് ഷെയർ ചെയ്തപ്പോൾ ദിവ്യ തന്നെ അവിടെ പോയി കമന്റ് ഇട്ടിട്ടുണ്ട്. പ്രേക്ഷകർ ഈ സജി നന്ദിയായിട്ട് പറയുന്നത് പോലെ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് പ്രേക്ഷകരുടെ പ്രതികരണം വേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ 8 പടം വന്നിട്ടുണ്ടെങ്കിൽ 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. പ്രേക്ഷകരുടെ കോടതിയിൽ ഏത് തരത്തിലാണ് വിധി വരുന്നത് എന്ന് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് തോന്നി ഞാൻ ഇതിൽ കുറെയൊക്കെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഇപ്പൊ നമ്മള് ദിലീപിന്റെ പ്രകടനം കണ്ടു. ഈ കീഴ്ക്കോടതിയുടെ വിധി വന്നതിന് ശേഷമുള്ള അയാളുടെ ഒരു ബോഡി ലാംഗ്വേജും അയാളുടെ സംസാരവും, ഈ ലോകം കീഴടക്കിയ പോലത്തെ ഒരു അഹങ്കാരവും, ആ കിട്ടിയ അവസരത്തിൽ തന്നെ മഞ്ജുവിന്റെ തലക്കടിക്കാൻ ഉപയോഗിച്ച വാക്കുകളും ഒക്കെ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വന്നിട്ട് ഒരു പെർഫോമൻസ് ആണ് അവിടെ. ഇത്രയും നാൾ ഒളിച്ച് പേടിച്ച് മുങ്ങി നടന്നവരാണ്. എന്നിട്ട് ഇന്ന് വന്നിട്ട് ഭയങ്കര മീഡിയയുടെ മുന്നിൽ ഒരു ഷൈൻ ചെയ്യലാണ്. പക്ഷെ ഇതൊക്കെ സത്യത്തിൽ ഇവരുടെ ഉള്ളിലുള്ള ഭീരുത്വം, ഇവരുടെ ഉള്ളിലുള്ള കള്ളത്തരം ഒക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓവർ പെർഫോമൻസ് മാത്രമാണ്. അല്ലാതെ ആക്ച്വലി ഇവര് ജനങ്ങളുടെ ഉള്ളിൽ ഒരു സ്ഥാനമുണ്ടെന്ന് ഇവർക്ക് സ്വയം തോന്നിയത് കൊണ്ടൊന്നും അല്ല. അപ്പൊ നമ്മൾ കണ്ടു ദിലീപ് ഇപ്പൊ ഇത്രയും വർഷമായിട്ടുള്ള ദിലീപിന്റെ ഒരു അമിത ആത്മവിശ്വാസം കാണിക്കലും
അതിന്റെ പീക്ക് ലെവലാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. പക്ഷെ സത്യം അതല്ല എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തിട്ട് വെറുതെ ഓരോ പോസ്റ്റിനിടയിലെ കമന്റുകളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ അപർണ പറഞ്ഞു മോഹൻലാല് ഷെയർ ചെയ്തിട്ടുണ്ട് ബബ്ബ സിനിമയുടെ ട്രെയിലർ, മോഹൻലാലും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ അടിയിലുള്ള കമന്റുകളൊന്ന് വായിച്ചു നോക്കൂ. എത്രത്തോളം ചീത്ത വിളിച്ചുകൊണ്ടാണ് ആളുകൾ, സാധാരണ മനുഷ്യർ കമന്റ് ചെയ്തിരിക്കുന്നത്. ദിലീപിന് മാത്രമല്ല, പേട്ടന് മാത്രമല്ല, ഏട്ടനും നല്ല ചീത്ത കേട്ടിട്ടുണ്ട്. പലരും പറയുന്നുണ്ട് മോഹൻലാലിനോട് റെസ്പെക്ട് ഉണ്ടായിരുന്നു, അത് ഇതോടുകൂടി പോയി. ഇത് തുടരാനാണ് പരിപാടി എങ്കിൽ ദിലീപിനെ മാത്രമല്ല മോഹൻലാലിനെ ഞങ്ങൾ ബഹിഷ്കരിക്കും. സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടിട്ടില്ല മിസ്റ്റർ സജി. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടപെടാൻ പാടില്ല. സജിയായിട്ട് സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടപെടണ്ട. മറുപടി പറയാം. നിങ്ങൾ ആയിട്ടില്ല കേട്ടോ. പൊതുജനങ്ങളുടെ വികാരം എന്താ നിങ്ങൾക്ക് ആ കമന്റ് ബോക്സ് വായിച്ചു നോക്കിയാൽ ഇഷ്ടപ്പെടുന്നവരാ കേട്ടോ, പഠിച്ചുപോയി. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മറുപടി പറയാം. ജനങ്ങളുടെ വികാരം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ മോഹൻലാൽ ഷെയർ ചെയ്ത ട്രെയിലറിന്റെ അടിയിൽ പോയിട്ട് ആ കമന്റ് ബോക്സ് ഒന്ന് വായിച്ചു നോക്കും. ഇതൊരു ഉദാഹരണം. മൈക്കൊന്ന് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോവാണ്. എനിക്ക് വയ്യത് സംസാരിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ എന്താ? സജി നദിയായിട്ട് ദിവ്യ പറയട്ടെ. ഇല്ല, 30K ആണ് ലൈക്ക് വന്നിരിക്കുന്നത്. 30K 21 മണിക്കൂർ, ഒരു ദിവസമായിട്ടില്ല. ഞാൻ ഏകദേശം പറയാം. 30K ലൈക്കാണ്. അതിലൊരു 3500 കമന്റിനകത്തും കാണില്ല എന്ന്. മോഹൻലാലിനെ പോലെ ഈ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങൾ, അദ്ദേഹത്തിന്റെ അഡ്വർടൈസ്മെന്റ് പോലും ആ രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ട ഒരു കാലത്താണ്. ലാലേട്ടാ മാപ്പ്, ഞങ്ങൾ ഈ സിനിമ കാണില്ല എന്നാണ്. സജി നദിയായിട്ട് താങ്കൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. മോഹൻലാലിന് സിനിമയുടെ താഴെ പോലെ താങ്കൾ ഈ പറയുന്ന സ്നേഹവും ബോധ്യവുമാണ് ജനങ്ങൾക്കെങ്കിൽ ഇതല്ലല്ലോ വരേണ്ട കമന്റ്. ആ കുട്ടി പറഞ്ഞപ്പോ ഞാൻ ഇടപെടാൻ ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഞാൻ ഇടപെട്ടത് ആ മോഹൻലാലിനെ താറടിച്ചോ കാണിക്കേണ്ട കാര്യമില്ല. കാരണം പ്രേക്ഷകരെ ലക്ഷങ്ങൾ തീരുമാനിക്കുമ്പോൾ ഈ പടം ഇറങ്ങുമ്പോൾ കണ്ടോ, നിങ്ങളിവിടെ കാണണം കേട്ടോ. ഇനി പറഞ്ഞ കുട്ടി ക്ഷമിക്കുക എന്നെ ഇടപെട്ടതിന്. പടം ഇതുപോലെ ഒരുപാട് പടങ്ങൾ ദിലീപിന്റെ 8 വർഷം ഇറങ്ങി. ഇതൊക്കെ ഭയങ്കര വീരവാദം അടിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമകളൊക്കെ പുറത്തിറക്കിയത്. എന്നിട്ട് എന്തുണ്ടായി? 8 നിലയിൽ പൊട്ടി. അതേ അനുഭവം തന്നെയായിരിക്കും. ഇതെന്താ ബോംബ്, എന്തൊക്കെയോ ക്യാരക്ടർ, ബോംബും തോക്കെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളിലാണ് ക്യാരക്ടേഴ്സിന്റെ പേര് തന്നെ. അതേപോലെ തന്നെയായിരിക്കും. 8 നിലയിൽ പൊട്ടും, ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടും, ഒരു സംശയവുമില്ല. കാരണം ഇതുവരെയെങ്കിലും ദിലീപിനോടൊരു മൃദു സമീപനം ഉണ്ടായിരുന്ന മനുഷ്യര് പോലും അതിരൂക്ഷമായിട്ടാണ് ഇപ്പം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും, ഞാൻ ഇത് ശ്രദ്ധിച്ചു, പലരും സൈലന്റ് ആയിട്ടിരുന്ന ആൾക്കാർ വരെ ഇപ്പൊ കമന്റ് ബോക്സിൽ പോസ്റ്റ് തന്നെ ഇടുന്നുണ്ട്. ദിലീപിനെ നമുക്ക് ഇന്ന് മുതൽ ബഹിഷ്കരിക്കണം, ദിലീപിന്റെ സിനിമകൾ കാണേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു കൂട്ടായ്മയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി വരുന്നുണ്ട്. അത് നമുക്ക് സിനിമ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് കാണാം. ഇത് വിജയിക്കോ പൊട്ടോ എന്നുള്ളത് നമ്മൾക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് കാണാം. അപ്പൊ മോഹൻലാല് തുടക്കത്തിലൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് ഒരു കുറേയൊക്കെ ഒരു നിഷ്പക്ഷമായ സമീപനം, അങ്ങനെ എന്താണ് പച്ചയ്ക്ക് പ്രതിയുടെ സൈഡ് പിടിക്കാത്ത ഒരു സമീപനമൊക്കെ മോഹൻലാൽ ആദ്യമൊക്കെ സ്വീകരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. മഞ്ജു വാര്യരെ സപ്പോർട്ട് ചെയ്യുന്നു, മഞ്ജു വാര്യര് കൂടെ സിനിമയിൽ അഭിനയിക്കുന്നു. പക്ഷെ പിന്നെ വന്നപ്പം എനിക്ക് തോന്നുന്നു ഈ എന്താണ് വിധി വരാൻ പോകുന്നതെന്ന് ഇവരൊക്കെ മുൻകൂട്ടി അറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. മോഹൻലാലിന്റെ മകളുടെ സിനിമ, അതിന്റെ പൂജാ സമയത്ത് ദിലീപ് അവിടെ മുഖ്യ അതിഥിയാണ്. ദിലീപിന്റെ കൂടെ ഇദ്ദേഹം സിനിമ ചെയ്യുന്നു, ബബബായില് ഒരു റോള് ചെയ്യുന്നു. ഇതേപോലെ പരസ്യമായിട്ട് ദിലീപിനെ പ്രൊമോട്ട് ചെയ്യാൻ മുന്നോട്ട് വരുന്നു. അപ്പം ഇതൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഇവരാരാണോ വിജയിക്കാൻ സാധ്യതയുള്ളത് എന്ന് നോക്കിയിട്ട് അവരുടെ പക്ഷം പിടിക്കുകയാണ്. തുടക്കത്തിൽ ദിലീപിനെതിരെ ശക്തമായ ഒരു പൊതുജന വികാരം ഉണ്ടായിരുന്നു. ദിലീപ് പ്രതിയാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നു. അപ്പൊ ആ സമയത്ത് മഞ്ജു വാര്യരുടെ സൈഡ് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷ സമീപനം പിടിക്കുന്നതാണ് നല്ലതെന്ന് അന്ന് മോഹൻലാലിന് തോന്നി. ഇപ്പൊ മോഹൻലാൽ കളം മാറ്റി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളിപ്പോ അമ്മ എന്നുള്ള ഒരു സംഘടനയായിട്ട് മാത്രം എടുക്കാതെ ഇൻഡിവിജ്വലി ഇവരെ ഓരോരുത്തരെ എടുത്തു കഴിഞ്ഞാൽ പോലും ഇവരുടെ ഒക്കെ ഇരട്ടത്താപ്പും വളരെ പ്രകടമായിട്ട് മുന്നോട്ട് വരും. മമ്മൂട്ടി നോക്കും, മമ്മൂട്ടി ഏത് പരിപാടിക്ക് കണ്ടാലും പരസ്യമായിട്ട് തന്നെ ദിലീപിനെ ആശ്ലേഷിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, വർത്താനം പറയുന്നു. ഞാനിപ്പോ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണുന്ന ഈ അതിജീവിതം ഇത് കാണുമല്ലോ, അപ്പൊ അവരുടെ മനസ്സിലുള്ള വികാരം എന്തായിരിക്കും, അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു വേദന എന്തായിരിക്കും? മിനിമം അതെങ്കിലും ഈ സൂപ്പർ സ്റ്റാറുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ നടന്മാർക്ക് അതെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് പഴയ തലമുറയിലെ ഈ മോഹൻലാലും മമ്മൂട്ടി മാത്രമല്ല കേട്ടോ. ഇന്നാള് ഒരു പരിപാടിക്ക് ഇതേപോലെ ഈ വിധിയൊക്കെ വരുന്നതിന് കുറെ മുൻപ് തന്നെ
ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, ദിലീപ്, ഇവരെല്ലാരും ഇരിക്കുന്ന ഒരു പരിപാടിയിൽ ഒരാൾ വരുമ്പം ഒരു മര്യാദയുടെ പേരിൽ എല്ലാവരും ഒരു പങ്കെടുക്കേണ്ടി വന്നൊരു പരിപാടി എന്നുള്ള രീതിയിൽ ഷെയ്ക്കാൻ കൊടുത്താൽ മതി. പക്ഷെ ദിലീപ് വന്നപ്പോഴത്തേക്ക് ഇവരങ്ങട് നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുകയാണ്, ബേസില് ടൊവിനോയും ഒക്കെ. അത് വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ പലരും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവരിൽ നിന്നും ഇങ്ങനെയല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞിട്ട്. അപ്പൊ ഇതിൽ പഴയത് പുതിയതെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. കുറച്ചെങ്കിലും ഒക്കെ ഒരു നിലപാട് ഈ വിഷയത്തിൽ എടുത്തതും ഈ ദിലീപിനോട് വലിയൊരു ആഭിമുഖ്യം കാണിക്കാതെ മാറി നിൽക്കുന്നതും എന്തൊക്കെ പറഞ്ഞാലും പൃഥ്വിരാജ് മാത്രമാണ് നടന്മാരുടെ ഇടയിൽ. ബാക്കി എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇയാളെ പേടിച്ചും ഭയപ്പെട്ടും, ഈ പറഞ്ഞയാളെ സിനിമയുടെ പേര് പോലെ തന്നെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി തന്നെയാണ് എപ്പോഴും കഴിഞ്ഞിട്ടുള്ളത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ അമ്മയിലെ സ്ത്രീ നേതൃത്വം ഉണ്ടായ സാഹചര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹേമ കമ്മിറ്റിയിൽ നിന്ന് റിപ്പോർട്ടിന്റെ ആ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സിദ്ദിഖിന് രാജിവെച്ച് ഇട്ടെറിഞ്ഞ് ഓടേണ്ട അവസ്ഥ വന്നു. കാരണം അയാൾ ചെയ്ത ബ്രൂട്ടൽ റേപ്പ് പുറത്തു വരികയാണ്. അങ്ങനെ ആകപ്പാടെ നാണോ മാനോ കെട്ട് സംഘടന രാജിവെച്ചു എല്ലാവരും മുങ്ങണ്ടി വന്ന ഒരവസ്ഥ. പിന്നെ അത് പൊന്തണമെങ്കിൽ അതിനൊരു വേറൊരു മുഖം മൂടി ആവശ്യമായിരുന്നു. അതിനാണ് ഈ പറഞ്ഞ ശ്വേതാ മേനോനെ മറ്റ് സ്ത്രീകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ത്രീ നേതൃത്വം ഒക്കെ വെച്ച് അത് പയ്യെ പയ്യെ ഇങ്ങനെ പൊങ്ങി ഉയർന്നു വന്നു. പക്ഷെ നമുക്കിപ്പോ മനസ്സിലാവുന്നു, ഈ കോടതി വിധി വന്നതോടുകൂടിയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും എന്താ പറയാ, അർജുനൻ മറ്റയാളെ മുന്നിൽ നിർത്തിയിട്ട് അമ്പെയ്തു എന്ന് പറയുന്ന മാതിരി ഇവരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിന്റെ പുറകിൽ കളിക്കുന്നത് ഈ പുരുഷ നേതൃത്വം തന്നെയാണ്. അതാണ് താര സംഘടനയുടെ നിലപാട് എന്തുകൊണ്ട് വ്യക്തമാകുന്നില്ല എന്ന് ഞാൻ തിരികെത്താം. ശ്രീ ജോസ് തോമസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പാലക്കാട് വോട്ട് ചെയ്യാൻ വരുമ്പോൾ അവിടെ ജയ് വിളിക്കാൻ പരിചയമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മുഖങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് രാഹുലുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് തള്ളിപ്പറഞ്ഞെടുത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ തൊട്ട് ഷാഫി പറമ്പിൽ വരെ ഉണ്ട്. ഉള്ളിൽ ഇപ്പം എന്താണെങ്കിൽ പോലും ധാർമ്മികത, ആദർശം, സ്ത്രീ സുരക്ഷ, ഇതൊക്കെ സിനിമ എടുക്കുന്ന മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഈ കേരള രാഷ്ട്രീയത്തിന്റെ ആ ഒരു അല്പം ഒരു ലജ്ജ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊന്നും ഒരു തൊട്ടുപോലും തീണ്ടിയിട്ടില്ല എന്നാണോ? ദിലീപിന്റെ വിഷയവും അമ്മയൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ ശ്രീമതി ആശാ ഉണ്ണിത്താനും അവതാരകയും അപർണയും പറഞ്ഞു, ജൻസി തലമുറ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ അല്ലേ, നെഞ്ചും പിരിച്ചവിടെ വോട്ട് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അയാള് ഇപ്പോൾ നെഞ്ചും പിരിച്ചു വന്നത്, ഞാൻ അയാൾ സപ്പോർട്ട് ചെയ്യുമെന്നല്ല കേട്ടോ, ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ അയാൾക്ക് ജാമ്യമില്ല എന്ന് വന്നപ്പോൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു, അത് കോടതി അനുവദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പുറത്തേക്ക് വരുമല്ലോ, അല്ലെ അയാൾ പിന്നെയും ഗോഷ്ഠിയുള്ളിൽ വിളിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അയാൾ വന്നു. എന്നാൽ 76 വയസ്സായ ഒരു മനുഷ്യൻ ലൈറ്റ് ഇല്ലാത്ത തിയേറ്ററിലിരുന്ന് ഒരു സംവിധായകയെ കയറി പിടിച്ചിട്ട് അവര് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ഒരു ചെറുപേര് കണക്കാതെ അയാൾ ഇപ്പോഴും പോലീസിന്റെ മൂക്കിന് താഴെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അത് CPM കാരനായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. PT കുഞ്ഞുമാമ എന്നാണ് ആ മനുഷ്യന്റെ പേര്. അതിനെക്കുറിച്ച് ഇവിടെ ഒരു ആക്ടിവിസ്റ്റുകൾക്കും ചർച്ചയില്ല. കാരണം അത് CPM-ന്റെ ഒരു സഹയാത്രികനാണല്ലോ, ആ ചർച്ചയില്ല. പിന്നെ ഇനി അമ്മയുടെ ഇതിലേക്ക് വരാം. നമ്മുടെ പ്രശസ്തിയായ കുറ്റാന്വേഷക ഭാഗ്യലക്ഷ്മി കുറ്റാന്വേഷണത്തോടെ കണ്ടുപിടിച്ചു ഇത് ചെയ്തത് ദിലീപ് തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സഹ പാനലിസ്റ്റ് ദിവ്യയാണോ വിദ്യയാണോ, ഞാൻ പേര് കൃത്യമായിട്ട് കേട്ടില്ല, പറഞ്ഞു ദിവ്യ പറഞ്ഞു ദിലീപിനെ അവര് കെട്ടിപ്പിടിക്കുന്നു. അതായത് ഇവരൊക്കെ കണ്ടെത്തി കഴിഞ്ഞു ദിലീപാണ് കുറ്റവാളി, കോടതി ചെയ്തത് ശരിയായില്ല. എന്നാൽ ഞങ്ങൾ സാധാരണ പൗരന്മാർ വിചാരിക്കുന്നത് കോടതി, നീതിന്യായ കോടതി പറയുന്നതാണ് ശരിയെന്നാണ്. പിന്നെ ഭാഗ്യലക്ഷ്മി എന്റെ കൂടെ വേറൊരു ചർച്ചയിൽ പറഞ്ഞു, ഇനി അപ്പീല് പോകും, ഹൈക്കോടതി പോകും, സുപ്രീം കോടതി പോകും, അത് കഴിഞ്ഞിട്ട് സംഘടനയിലേക്ക് എടുത്താൽ പോരെ, ഇതുവരെ എന്തിനായിരുന്നു ഇത്ര തിടുക്കം? എന്നാൽ ഞാൻ ശ്രീമതി ഭാഗ്യലക്ഷ്മിയോടും ഇവിടെ അവതാരകയോടും ഒക്കെ പറയുകയാണ്, അങ്ങനെ സുപ്രീം കോടതി വരെ പോയി കേസ് തെളിയിച്ചിട്ട് അവിടെ നിരപരാധിയാണെന്ന് തെളിയിച്ച് തിരിച്ചു വരാനാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഭരിക്കാൻ പറ്റില്ല, മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റില്ല. കാരണം ലാവ്ലിൻ കേസ് ഇപ്പോഴും അവിടെ കിടക്കുകയാണ്, അത് കുറ്റവാളിയാണോ എന്ന് തെളിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും അറിയാതെ ദിലീപിനെ അങ്ങ് തേജോവധം ചെയ്യുക. ഈ പറയുന്ന സഹപാനലിസ്റ്റ് എങ്ങനെയാണ് അറിഞ്ഞത് ദിലീപാണ് ഈ കുറ്റം ചെയ്തതെന്ന്? എന്താണ് അവർക്കുള്ള തെളിവ്? അവർക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ദിലീപിനെതിരെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദിലീപിനെ
ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കോടതി വിധി വന്നതിന് ശേഷം ഞാൻ ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യും. കാരണം കോടതി പറയുന്നു അയാൾ നിരപരാധിയാണെന്ന്. അപ്പോൾ നിങ്ങളെന്തും പറയും കോടതി പണം മേടിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലെ കോടതി പക്ഷാഭേദം കാണിച്ചു എന്ന് പറയുന്നേ. അപ്പോ നീതിന്യായ കോടതിയെയോ ആർക്കും ബഹുമാനമില്ല. അതാണ് ന്യായം. എത്ര ദിവസമായി ഈ ചാനൽ ചർച്ച തുടങ്ങിയിട്ട്? ഈ ചർച്ചയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ, പ്രസക്തിയുണ്ടോ? എന്താണ് അമ്മയുടെ സെക്രട്ടറി കുക്കു പരമേശ്വരൻ പറഞ്ഞത്? എന്താണ്? നിയമം പറയുന്നു, കോടതി പറയുന്നു അയാൾ നിരപരാധിയാണ്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചെടുക്കുന്നു. ഈ അതിജീവിത എന്ന് പറയുന്ന ആൾ അവിടുന്ന് രാജിവെച്ച് പോയാണ്. ഇയാളെ പുറത്താക്കി കോടതി നിരപരാധിയാണെന്ന് പറയുമ്പോൾ അയാൾ തിരിച്ചെടുക്കും. ഇനി അപ്പീൽ പോയി ഹൈക്കോടതിയുടെ എന്നാണ് വിധി വരുന്നത്? അതുവരെ അയാളെ പുറത്തു നിർത്തണോ? അയാളോട് സംസാരിക്കാതിരിക്കണോ? അയാൾ ഒരു മനുഷ്യനായിട്ട് കണക്ക് കൂട്ടരുത് എന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഈ പറയുന്ന അയാളെ കെട്ടിപ്പിടിച്ചു, അയാളോട് സംസാരിച്ചു, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു എന്നൊക്കെ പറയുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ദിലീപാണ് കുറ്റവാളി എന്ന്? ദിലീപാണ് നിഷേധം നിങ്ങൾക്ക് എന്താണ് തെളിവ്? കുറ്റപത്രം പോലും വായിച്ചു നോക്കിയിട്ടില്ല ഇവർക്ക്. കോടതി അറിയത്തില്ല ഇവർക്ക്. വിധി കൊടുക്കാനില്ല, കുറ്റപത്രം കൊടുക്കാനില്ല. നിങ്ങൾ വിധി എഴുതുകയാണ്. ഇത് അനീതിയാണ്. ഈ ചർച്ച അനീതിയാണ് പറഞ്ഞത്. ഇവിടെ വന്നിരുന്ന ഈ പറയുന്ന സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നവർ, അതുകൊണ്ടാണ് ഞാൻ PT കുഞ്ഞുമോഹന്റെ കാര്യം ചോദിച്ചത്. അല്ല ശ്രീ ജോസ് തോമസ്, ഞാൻ കോടതി വിധിയെ കുറിച്ച് പറയുന്നില്ല. ധാർമ്മിക ബോധം എന്ന ഒരു സംഭവം കൂടെ പുറത്തുള്ളത് കൊണ്ടാണല്ലോ ഈ ജനങ്ങൾ ഈ പറഞ്ഞ പോലെ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ ഈ കമന്റുകൾ വരുന്നത്. എത്ര പേര് കമന്റ് ഇട്ടിട്ടുണ്ട്? അവർക്കൊക്കെ സൈബർ ആർമി ഒന്നും അല്ലല്ലോ. സാധാരണക്കാർക്ക് അതിജീവിതയ്ക്ക് സൈബർ ആർമി ഉണ്ടോ? അങ്ങനെ അവിടെ നടക്കുന്നുണ്ടല്ലോ ഇതിനകത്ത്. ഫേസ്ബുക്കിലും യൂട്യൂബിൽ വരുന്ന കമന്റുകൾ നോക്കിയിട്ട് നമ്മൾ ഒരു വിധി എഴുതുക എന്ന് പറയുന്നത് ബാലിസമാണ്. അതായത് പണ്ട് മൈത്രേയൻ പറഞ്ഞതുപോലെയാണ്. പണ്ട് കലിങ്ങിലിരുന്ന് കമന്റ് അടിക്കുകയും തെറി പറയുകയും ചെയ്തിരുന്നവർ ഇന്ന് ഫേസ്ബുക്കിലേക്ക് യൂട്യൂബിലേക്ക് മുഖം പൂട്ടിയിരിക്കുന്നു. അല്ല, അപ്പൊ ഈ ഇറങ്ങിയ സിനിമകൾക്ക് എന്താണ് സംഭവിച്ചത്? അതും ഈ കണ്ടത് ഈ പ്രേക്ഷകരാണല്ലോ. അത് പ്രേക്ഷകർ നിഷ്കരണം തള്ളിയത് കൊണ്ടായിരിക്കണമല്ലോ ഈ പടങ്ങളൊക്കെ ഇടപെടം പൊട്ടിപ്പോയത്. ശ്രീ ജോസ് തോമസ്, ദിലീപിനെ വെച്ച് പ്രേക്ഷകർ കണ്ട ഹിറ്റ് പടങ്ങൾ എടുത്ത ഒരാൾ കൂടിയാണ് താങ്കൾ. അതല്ല ഈ കഴിഞ്ഞ 8 വർഷം ഇറങ്ങിയ പടങ്ങൾക്ക് സംഭവിച്ചതെന്ന് താങ്കൾക്ക് തന്നെ അറിയാമല്ലോ. ഈ കേസ് വന്ന് അറസ്റ്റ് ചെയ്തതിനു ശേഷമാണല്ലോ രാമലീല ഇറങ്ങിയത്. രാമലീല സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പിന്നീട് വന്ന സിനിമകൾ അതിന് മെരിറ്റ് ഉണ്ടായിരുന്നില്ല, അത് നല്ല സിനിമകളല്ലായിരുന്നു എന്ന് ഞങ്ങൾ തന്നെ ദിലീപിനോട് പറഞ്ഞിട്ടുണ്ട്. അതെ, പ്രിൻസ് ആൻഡ് ഫാമിലിയെ പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടിയ പടമാണ്. പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇപ്പൊ അവിടെ ഇരുന്ന നമ്മുടെ സഹമാനത്തിലുണ്ടല്ലോ, അവർ ജ്യോതിഷിയാണ്. രംഗത്തെ അപ്പോ കാണാമെന്ന് അവര് കബഡി നിരത്തി മനസ്സിലാക്കിയോ പടം ഓടില്ലെന്ന്. പടം ഇറങ്ങി ഈ പടം നല്ലതാണെങ്കിൽ ഓടുക തന്നെ ചെയ്യും. ഇനി മോഹൻലാൽ എന്താ? മോഹൻലാൽ ദിലീപിനെ അങ്ങ് പൊക്കാൻ വേണ്ടിയാണ് കൂടെ സഹകരിച്ചത്. ഒന്നുമില്ല, അയാളുടെ തൊഴിലാണ് സിനിമയിൽ അഭിനയിക്കാന്നുള്ളത്. പിന്നെ ദിലീപിന്റെ ട്രെയിലറിലെ ഡയലോഗാണല്ലോ ഇപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം. ശരിയാണ്, അയാൾക്കത് പറയാനുള്ള അവകാശമുണ്ട്. അയാളുടെ കമ്പനിക്ക് തന്നെ ഇന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിനി സിനിമാ ഡയലോഗ് എന്നുള്ളത് മാറ്റി വെച്ചിട്ട് അയാളുടെ മനസ്സ് തുറന്നു പറഞ്ഞതാണെങ്കിൽ പോലും അത് ശരിയാണ് എന്ന് ഞാൻ പറയും. പിന്നെ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അയാൾ പറഞ്ഞു, മഞ്ജു വാര്യരുടെ പേര് പറഞ്ഞു എന്ന് പറയുന്നു. അയാൾ മഞ്ജു വാര്യരുടെ ഗൂഢാലോചനയുടെ പിന്നിൽ നല്ലല്ലോ പറഞ്ഞത്. മഞ്ജു വാര്യരുടെ പ്രസംഗത്തിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ നേരെ ഇതെല്ലാം വന്നത് എന്നാണല്ലോ അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞ ന്യായമല്ലേ? പിന്നെ അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ ഭാഷ, ശരീരഭാഷയൊക്കെ നോക്കിയിട്ട് ഇവിടെ വിധി പറയാൻ വരുന്നവരെ ലജ്ജാകരം എന്നേ പറയാനുള്ളൂ. ലജ്ജാകരം. അല്ല ശ്രീ ജോസ് തോമസ്, അല്ല എന്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്. ഇത് സിനിമാ ഡയലോഗ് അല്ല, മനസ്സിലുള്ളതാണെന്ന് കൂടെ താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക് ദിലീപിനെ അറിയുന്ന ഒരാൾ കൂടിയാണല്ലോ താങ്കൾ. അപ്പോൾ ഈ പോലീസിന്റെ ഗൂഢാലോചനയാണ് എന്ന് ഈ വിധിക്ക് ശേഷം പുറത്തിറങ്ങി വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞൊരു ദിലീപുണ്ട്. ഇത് തന്നെ ആയിരിക്കും സിനിമയിൽ വരാൻ പോകുന്ന കഥയും അല്ലേ? സ്വാഭാവികമായിട്ടും സിനിമ പ്രേക്ഷകരിൽ എത്താനുള്ള എളുപ്പമുള്ള ഒരു മീഡിയമാണല്ലോ അല്ലേ? എനിക്ക് ആ സിനിമയുടെ കഥയോ അതിന്റെ പശ്ചാത്തലം ഒന്നും അറിയില്ല. പക്ഷേ ഇയാൾ പറഞ്ഞത് കൃത്യമല്ലേ? പോലീസിന്റെ ഗൂഢാലോചന. ഞാൻ ചോദിക്കട്ടെ, ജയിൽ IG ആയിരുന്ന ശ്രീലേഖ IPS എന്താണ് പറഞ്ഞത്? സെൻകുമാർ എന്താണ് പറഞ്ഞത്? ഇതിൽ ദിലീപ് നിരപരാധിയാണ്, ഇത് മനഃപൂർവ്വം തലയിൽ കെട്ടിവെച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതൊരു ചാനലിൽ ഒരു അവതാരകയോട് ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞതാണെന്നറിയാമോ? അവരുടെ ഇപ്പോഴത്തെ കൊടിയുടെ നിറം എന്താണെന്ന് അറിയാമല്ലോ? ശ്രീലേഖയുടെയും സെൻകുമാറിന്റെയും കൊടിയുടെ നിറം. അവിടെയും രാഷ്ട്രീയം വലിച്ചു കയറ്റി. അതായത് അപ്പോൾ പറഞ്ഞു ദിലീപ് ചിലപ്പോ എന്നായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക. എനിക്കറിയില്ല, ദിലീപിന്റെ രാഷ്ട്രീയവും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ അന്നസ്ഥാനത്ത് ആലുവ MLA അവരുടെ ഫംഗ്ഷനിൽ ദിലീപിനെ വിളിച്ചിരുന്നു.
പിന്നെ ദിലീപിന്റെ സുഹൃത്തുക്കളെല്ലാം അയാളെ തള്ളിപ്പറഞ്ഞ് ചീത്ത വിളിച്ച് ചവിട്ടി ഓടിക്കണം ഇത്രേ. സിനിമ വാശി പിടിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ പിന്നിൽ നിന്ന് നയിക്കുന്നത് പുരുഷന്മാരാണത്രേ. എന്നാൽ സിനിമയിലുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള പുരുഷന്മാരെല്ലാം ഒന്നിനെ ചെയ്യുന്നത്. എന്നിട്ട് എല്ലാവരും വനിതകളും എടുത്തു. അതാണോ പറഞ്ഞു വരുന്നത്? ഇത് ഞാൻ വൈകാരികമായി സംസാരിക്കുന്ന കാര്യമുണ്ടല്ല. ഇത് കുറെ നാളായി തുടങ്ങിയിട്ട് പുരുഷന്മാരെല്ലാം അധമന്മാരാണ്. അതെ, കേരളത്തിലെ പുരുഷന്മാരുടെ അധമന്മാരാ. ഇവരെ എന്നാ നറേറ്റാ കൊടുക്കുന്ന സമൂഹത്തിന്? അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ഇതിനകത്ത് മറുപടി. കാരണം അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ഇതിനകത്ത് എന്തെങ്കിലും ഒരു നിലപാടിൽ വ്യത്യാസമുണ്ടെന്നല്ല, ഇത് വൈകാരികമായിട്ട് ശ്രീ ജോസ് തോമസ് പറഞ്ഞത് കേട്ടില്ലേ? ഇങ്ങനെയാണ് സിനിമയിൽ വരുന്നതെങ്കിൽ ഇത് തന്നെയാണ് പേടി തോന്നുന്ന രീതിയിലാണോ ഇനി ഒരു പരാതിയുമായിട്ട് ആൾക്കാർ പുറത്തേക്ക് വരുമ്പോൾ? സിനിമ ഇൻഡസ്ട്രീനെ നോക്കണ്ട, പക്ഷെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ആ മുന്നോട്ട് വെക്കുന്ന ആ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അത് അങ്ങനെയല്ല. മുൻ പോലീസ് ഉദ്യോഗസ്ഥർ പോലും ദിലീപിന് വേണ്ടി പറഞ്ഞില്ലേ എന്നതടക്കം ശ്രീ ജോസ് തോമസ് ഇങ്ങനെ 1-2 ആയിട്ട് ലിസ്റ്റ് നിരത്തുന്ന കേട്ടില്ലേ? മുൻ പോലീസ് ഉദ്യോഗസ്ഥര് ഇപ്പോ അവർക്ക് പറ്റിയ കറക്റ്റ് രാഷ്ട്രീയത്തിലേക്ക് അവരെത്തിയല്ലോ. ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുന്ന ബ്രാഹ്മണിക്കൽ രാഷ്ട്രീയത്തിലേക്ക് അവർ കൃത്യമായി എത്തി. പാട്രിയാർക്കി എന്നും സപ്പോർട്ട് ചെയ്യുന്ന, ഫ്യൂഡലിസത്തെ എന്നും സപ്പോർട്ട് ചെയ്യുന്ന, കോർപ്പറേറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയത്തിന്റെ കൂടെയല്ലേ അവർ നിൽക്കുന്നത്. അപ്പൊ പിന്നെ അവര് യഥാർത്ഥ ജീവിതത്തിലും അത്തരം ആളുകളെ കാണുമ്പോ അവർക്ക് ഭയങ്കര വിഷമം തോന്നും. അത്ര ആളുകൾക്ക് പായില്ലാണ്ട് കിടന്നോ, പായയിൽ കിടന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. കാരണം അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി നിൽക്കണമെന്നും മറ്റുള്ള മനുഷ്യരെ മുഴുവൻ ദാസ്യരാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ഒരു പ്രസ്ഥാനത്തിലൂടെയാണ് അവർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ല. അവർ യൂണിഫോം ഇട്ട സമയത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റിയില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ട് അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റാണ്ടിരുന്നു. യൂണിഫോം അഴിച്ച വഴിക്ക് അവരുടെ ആ ആട്ടും തോരിട്ട് ചെന്നായെ പോലെ അതങ്ങ് പുറത്തു വന്നു യൂണിഫോം അഴിച്ചപ്പോ. അത്രേ ഉള്ളൂ. അവരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഇങ്ങനെ ആണുങ്ങളുടെ വക്താവായിട്ട് ഒരാള് ജയിലിൽ പോയി കിടക്കുന്നുണ്ടേ, ആണുങ്ങളുടെ സംഘടനയുടെ നേതാവൊക്കെ. അപ്പൊ ആണുങ്ങൾ എന്ത് ചെയ്യുന്നു, ആണുങ്ങളാണ് ശരി എന്ന് പറഞ്ഞാല്, ഞങ്ങൾ പ്രത്യക്ഷത്തിൽ എനിക്ക് മകനുണ്ട്, എനിക്ക് അച്ഛനുണ്ടായിരുന്നു, അപ്പൊ അത്തരം ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ആ പ്രണയിച്ച പുരുഷരൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ അവര് എന്റെ ശത്രുവല്ല. ഈ ആൺ രാഷ്ട്രീയം, അതിനെ ഞങ്ങള് പിതൃമേതൃത്വ സ്വഭാവമുള്ള രാഷ്ട്രീയം, പാട്രിയാർക്കി എന്ന് വിളിക്കും. ആ ഒരു സംഗതിയാണ് നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അമ്മയുടെ അമ്മ AMMA എന്ന സംഘടനയുടെ നേതൃത്വത്തില് ഇരിക്കുന്നത് സ്ത്രീകളാണ്. പക്ഷെ അവരുടെ മൂല്യങ്ങൾ പാട്രിയാർക്കിയൽ മൂല്യങ്ങളാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞു ദയാലുവായ ദിലീപിനെ ദയാലുവായി നിന്ന് പാവപ്പെട്ട നമ്മുടെ അവശ്യ കലാകാരന്മാരെ സഹായിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് 2020 ഇറക്കി. ശരിയാണ്, നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ അപ്പകഷ്ണങ്ങൾ കഴിക്കാൻ വേണ്ടി, നിങ്ങളുടെ ഭിക്ഷ വാങ്ങാൻ വേണ്ടി ഒരു കൂട്ടം മനുഷ്യര് നിരന്ന് നിൽക്കേണ്ടത് ആവശ്യമാണ്. അതിന് പകരം നിങ്ങൾ എന്തിനാ ഈ 2020 ഇട്ട് നിങ്ങൾ സമാന്തര ഗവൺമെന്റ് ഉണ്ടാക്കേണ്ട ആവശ്യം? നിങ്ങൾക്ക് കൃത്യമായി തന്നെ നിങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെ അവകാശം ഗവൺമെന്റിനോട് സംസാരിച്ച് കൃത്യമായ പെൻഷനും കൃത്യമായ രീതിയിലുള്ള മറ്റു സൗകര്യങ്ങളും ക്ഷേമനിധിയും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിച്ചില്ലേ? ഗവൺമെന്റിൽ നിന്നും മറ്റു സൗകര്യങ്ങൾ വാങ്ങിച്ചെടുക്കാൻ പറ്റിയില്ലേ? അതൊന്നും പറ്റി ഗവൺമെന്റിനോട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് വാങ്ങേണ്ട അവകാശമുള്ള ആളുകളുടെ അവകാശം അത് സമരം ചെയ്ത് നേടിയെടുക്കാണ്ട് ഇപ്പുറത്ത് സമാന്തരമായി ഒരു വലിയ സംഗതി പണിത് നിങ്ങൾ വലിയ എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും ആരാധനയൊക്കെ നേടിയെടുക്കാൻ, നിങ്ങളുടെ മറ്റ് സ്വഭാവങ്ങളെ മുഴുവൻ മറയ്ക്കാൻ ഒക്കെ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കല് സ്വാഭാവികമാണ്. ആദ്യമായിട്ടൊന്നും അല്ലത്. ഇത് എല്ലാ കാലത്തും എന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ചാരിറ്റി അങ്ങ് തുടങ്ങി മറ്റുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ ഈ കൊക്കക്കോള കമ്പനി ആ ദേശം മുഴുവൻ ഊറ്റിക്കൊണ്ടുപോയി. എല്ലാവരും കൊക്കക്കോള കുടിക്കണില്ലേ? കൊക്കക്കോള കമ്പനി ആ നാട്ടിനെ മുഴുവൻ ഇല്ലാതാക്കി. മൈലമ്മയെ പോലെയുള്ള ആളുകൾ രക്തസാക്ഷിയായി. പക്ഷെ അവർ ചാരിറ്റി ചെയ്യുന്നില്ലേ? ചാരിറ്റി നമ്മൾ വാങ്ങുന്നില്ലേ? കൊക്കക്കോള നമ്മൾ കുടിക്കുന്നില്ലേ? വിജയിപ്പിച്ചില്ലേ കൊക്കക്കോളനെ? അപ്പൊ മാർക്കറ്റിൽ കൊക്കക്കോള വിജയിച്ചു എന്ന് വെച്ചിട്ട് കൊക്കക്കോള പ്ലാച്ചിപടയിൽ ചെയ്ത് ഇല്ലാണ്ടാകുന്നില്ല. അതുപോലെ തന്നെയാണ് ഒരു ഭൂമി അവസ്ഥയെ, ഒരു ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്ന പോലെ സ്ത്രീകളുടെ ഇത്തരം അവകാശം, അഭിമാനത്തോടെ ഉയർന്നു ജീവിക്കാനുള്ള അവകാശം നിങ്ങൾ ഇല്ലാണ്ടാക്കി തെരുവില് അവർക്ക് നേരെ അതിക്രമങ്ങൾ കാണിച്ച് ഗുണ്ടകളെ ഇറക്കി സിസ്റ്റത്തിന്റെ മുന്നില് തെളിവുകൾ എത്താത്ത രീതിയിൽ തെളിവുകളെ മുഴുവൻ നിങ്ങൾ കൊണ്ടുപോയി നശിപ്പിച്ച് സായി ശങ്കർ അടക്കമുള്ള തെളിവ് എടുക്കുന്ന സൈബർ ജോലി ചെയ്ത മനുഷ്യർ വന്ന് അവർ കൃത്യമായി മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞു,
ദിലീപിന്റെ ഫോൺ അതാണ് ശ്രീ സജി നന്ദിയാട്ട്, ഇത് താങ്കൾക്കുള്ള മറുപടിയാണ്. താരസംഘടനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ താരസംഘടനയുടെ ലേബലിൽ ദിലീപ് കൊല്ലാനും ചാവാനും ചാവറുകളെ ഉണ്ടാക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുത്ത അപ്പകഷ്ണങ്ങൾ എന്തിനായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ശ്രീ സജി നന്ദിയാട്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ അടുക്കള ചർച്ച ചെയ്തല്ലേ ഈ ബീൻസും മുളകും ഒക്കെ അരിഞ്ഞുകൊണ്ട് അടുക്കള ചർച്ച ആ വാക്ക് തന്നെ നിങ്ങളുടെ ഒരു പാട്രിയാർക്കൽ മനോഭാവമാണ് സജി നന്ദിയാട്ട്. അതാ സിനിമ ഇൻഡസ്ട്രി കൊണ്ട് നടക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതാണ് ആ വാക്ക് പോലും വരുന്നത്. അതുകൊണ്ടാണ് പറയട്ടെ അടുക്കളയില് ചില പെണ്ണുങ്ങൾ കേരളത്തിലെ ഭൂരിപക്ഷം, അതായത് ഒരു 0.1 പോലും ഇല്ല, എല്ലാം അഭിമാനത്തോടെ കുടുംബിനികളായി ജീവിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും കുടുംബത്തിൽ പറഞ്ഞവരാ. ഇവിടെ കുറെ സീഡോ ഫെമിനിസ്റ്റുകളുണ്ട്. അതായത് അല്ല, അത് തന്നെ പറഞ്ഞേ ഞാൻ ആശാ ഉണ്ണിത്തോട് ഒരു കാര്യം ചോദിക്കട്ടെ. താങ്കൾ വക്കീലല്ലേ? വക്കീലാണ്. കോടതി വിധിയെ മാനിക്കുന്നോ ഇല്ലയോ? കോടതിക്കാർ വാദിക്കുന്നു. അല്ല, കോടതി വിധിയെ, ദിലീപിന്റെ വിധിയെ മാനിക്കുന്നോ ഇല്ലയോ? ഇല്ല, അപ്പീലിന് പോകണമെന്ന് ശാഠ്യം അല്ല, പറയുന്നു. ഇപ്പൊ നിലവിൽ വന്ന വിധിയെ മാനിക്കുന്നോ ഇല്ലയോ? മാനിക്കോ? നിലവിലുള്ള വിധിക്കെതിരെ പോകണമെന്ന അഭിപ്രായമുള്ള ആളാണ്. അതെ, ഇപ്പൊ വന്ന വിധിയെ റെസ്പെക്ട് ചെയ്യുന്നോ? കോടതി പോയിട്ടില്ലല്ലോ. ഞാൻ ഒരു കാര്യത്തെയും ഭൂമിയിൽ റെസ്പെക്ട് ചെയ്യാത്ത ആളാണ്. ആണല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ രാജ്യം വിട്ടു പോകണം. നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്നവരുടെ ഡ്യൂട്ടി എന്താ? എന്ത് റെസ്പെക്ട് ചെയ്യലോ? ഈ രാജ്യത്തെ ജീവിക്കുന്ന രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനെ ബഹുമാനിക്കണോ? ഞാൻ ഒന്നിനെയും ബഹുമാനിക്കാത്ത ആളാണ്. ഇതിനെ ബഹുമാനിക്കാത്ത ആളാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ബഹുമാനിക്കേണ്ട കാര്യം എനിക്ക് മനുഷ്യരോട് സ്നേഹമേ ഉള്ളൂ. നിങ്ങൾ സമഭാവനയുള്ളൂ. എന്റെ ഭരണഘടന പറയുന്നത് നൈതികതയാണ്. എന്റെ ഭരണഘടന പറയുന്നത് സോഷ്യലിസമാണ്. എന്റെ ഭരണഘടന ഞാൻ പഠിച്ച ഭരണഘടനയില് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാതെ ലോ ആയി. ഞാൻ ആരുടെയും അടിമയല്ല. നിങ്ങളുടെ ബഹുമാനിച്ച് തലമുറിക്കേണ്ട ആളല്ല ഞാൻ. നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ? തുടക്കകാലം മുതൽ ദിലീപിനെ തൂക്കിക്കൊല്ലാൻ നടന്നു. ഇപ്പൊ നിങ്ങൾ നടന്നില്ല. കോടതിയിൽ നിയമം അനുസരിച്ചാണ് ഒരാൾ വിധി അയ്യോ, ആ ഗോവിന്ദസ്വാമിയെ തൂക്കിക്കൊല്ലാൻ എനിക്ക് പറ്റിയില്ല. അതുപോലെ തന്നെ ദിലീപിനെയും തൂക്കിക്കൊല്ലാൻ പറ്റിയില്ല. അത്രേ ഉള്ളൂ. പുച്ഛഭാവ മുഖത്ത് നിങ്ങൾ പറഞ്ഞില്ലേ മുമ്പേ ഒരേപോലെ ഗോവിന്ദസ്വാമിയെ തൂക്കിക്കൊല്ലാൻ പറ്റിയില്ല. അതുപോലെ തന്നെ കോൺസ്പിറസിയിൽ ദിലീപിനെയും കൊടുക്കാൻ പറ്റില്ല. സംസാരിക്ക്. ഒരു കോടതി വിധി പറഞ്ഞപ്പോ ആ വിധിയെ മാനിക്കാതെ ഞാൻ ഭരണഘടനയെ മാനിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ആകെ കൂടി വായിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഞാൻ എന്തിനൊക്കെ തലയിൽ വെച്ചോണ്ട് നടക്കണേ? ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അതുപോലെ സെൻകുമാറിന് BJP ആവാമല്ലേ? BJP ആവാമല്ലേ? നിങ്ങൾക്ക് നാളെ BJP ആകാം. നിങ്ങൾ ഇടതുപക്ഷമാ, ഞാൻ ഇടതുപക്ഷമാ. എന്റെ സൗകര്യ ഓരോ പൗരന്റെ അവകാശ. നിങ്ങൾ ആരാണ് ചോദിക്കാൻ? ശ്രീലേഖ അന്ന് BJP ആയില്ലല്ലോ, ആയോ? അവർക്ക് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളാണ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോ, ഞാൻ റെസ്പെക്ട് ചെയ്തു. അവിടെ സെൻകുമാർ BJP, നിങ്ങൾ അടുക്കള ചർച്ച പോലെ നിയമവ്യവസ്ഥയെ സംവിധാനത്തേക്ക് മാനിക്കേണ്ടെന്നുള്ള ചോദ്യമൊക്കെ വരുന്നത് കോടതിക്ക് ശേഷമാണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. ഏതായാലും ഞാൻ സമയപരിമിതി ഒരു വിഷയമാണ്. ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ജനങ്ങൾ ഏത് തരത്തിലാണ് എന്നുള്ളതൊക്കെ കണ്ടറിയാനുള്ളൂ. എന്ത് കോടതി വിധി വരുമ്പോഴും ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷ കൊടുക്കണമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ സമൂഹമായിരുന്നു കേരളത്തിൽ. എത്തിയിരിക്കുന്ന പാനലിസ്റ്റുകൾ അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് ആ വിഷയവുമായി ഇത് ഞാൻ കൂട്ടിച്ചേർത്ത് പറയുന്നില്ല. ഏതായാലും സമയപരിമിതി കൊണ്ട് ഇടപെടുന്നു. പ്രേക്ഷകർ എന്ത് പറഞ്ഞു? നമ്മളൊരു PD പോൾ കൊടുത്തു. ദിലീപിനെ തിരിച്ചെടുക്കാൻ നടക്കുന്ന അമ്മ അതിജീവിതയ്ക്കൊപ്പമല്ലേ നിൽക്കേണ്ടതല്ലേ എന്ന് 73% പ്രേക്ഷകരും അതെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമൂഹ മാധ്യമമുള്ള പ്രതികരണങ്ങളും ഇതൊക്കെയും അല്ല ജനങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നവർ. ഇനി ഒരുപക്ഷെ സിനിമ വരട്ടെ, നമുക്ക് തീരുമാനിക്കാം എങ്ങനെയാണ് പ്രേക്ഷകർ അത് കാണുന്നത്. സമയപരിമിതി കൊണ്ടാണ് വീണ്ടും കടക്കാൻ കഴിയാതിരുന്നത്. വളരെ നന്ദി ശ്രീ ജോസ് തോമസ്, സജി നന്ദിയാട്ട്, ദിവ്യാധികാർ, ഒപ്പം അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താൻ പ്രൈം ഡിബേറ്റിനൊപ്പം ചേർന്നത് പൂർണ്ണമാകും.